ഈ ഉപവാസ പ്രാർത്ഥനയുടെ 13ാമത്തെ പകൽ 12ാമത്തെ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 11 ദിനരാത്രങ്ങളും ദൈവം നമ്മെ ശക്തീകരിച്ചു, ബലപ്പെടുത്തി. ഇന്ന് ദൈവസ്ഥനിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദേവദാസൻ ജിജി പാസ്റ്ററും കുടുംബവും, അതുപോലെ ശിവ പാസ്റ്ററും കുടുംബവും, മറ്റെല്ലാ പ്രിയ പിതാക്കന്മാർ, സഹോദരിമാർ, അമ്മമാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നെ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച ദൈവസഭയോടും ദൈവദാസനോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ആമേൻ. വളരെ മനോഹരമായ നിലയിൽ, വളരെ ശ്രേഷ്ഠമായ നിലയിൽ ലീഡ് ചെയ്ത ശിവപാസ്റ്റർ ദൈവത്തെ സ്തുതിക്കുന്നു. പാടുവാനും ആരാധിപ്പാനും ഒക്കെ നമുക്കിടയാക്കിയല്ലോ. എല്ലാം കൊണ്ടും ഉപവാസ പ്രാർത്ഥനകൾ നമുക്ക് അനുഗ്രഹമാണ്. ആത്മീകമായ, സ്വർഗീയമായ, ദൈവികമായ അനുഗ്രഹങ്ങൾ പകരപ്പെടുന്ന വേദികളാണ്, അവസരങ്ങളാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ, ഞാൻ ഗുജറാത്തിൽ നിന്ന് ബാംഗ്ലൂർ വഴി ഇന്നലെ വൈകിട്ടാണ്, ഉച്ച കഴിഞ്ഞാണ് തിരുവനന്തപുരത്തേക്ക് എത്തുവാനിടയായി തീർന്നത്. സുദീർഘമായ യാത്രകളും ശുശ്രൂഷകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദേവദാസൻ എന്നെ ക്ഷണിച്ച സമയം മുതൽ പ്രാർത്ഥന നിരതനായി ഞാൻ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ദൈവീക ആലോചനകൾ, ആമേൻ, പല ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് ദൈവം കൊണ്ടുവന്നു. പ്രാർത്ഥനാ സമയങ്ങളിൽ വളരെ ശക്തമായി ദൈവം ഇടപെട്ട ചില വേദഭാഗങ്ങളിലൂടെ ഇന്ന് പകൽക്കാലം കടന്നു പോകുവാനും വരുന്ന രാത്രിയിലും അടുത്ത പകൽക്കാലമൊക്കെ ചിന്തിപ്പാൻ ദൈവസന്നിധിയിൽ ശരണപ്പെടുന്നു. സർവ്വമഹത്വവും കർത്താവിന് അർപ്പിക്കുകയാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥന നിരതനായിരിക്കുമ്പോൾ ഒന്നാമത്തെ പകൽക്കാലം എന്ത് സംസാരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ദൈവം എനിക്ക് നൽകിയ ഒരു വചനമുണ്ട്. അത് ഇന്ന് പകൽക്കാലം ചിന്തിപ്പാനായിട്ട് ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 6 1-8. മതി, നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവം പാകടയട്ടെ. നിത്യദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവമേ, നീ ഞങ്ങളെ അത്ഭുതകരമായി നടത്തി ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ. വായിക്കപ്പെട്ട കേൾക്കപ്പെട്ട വേദഭാഗത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവർ തൃക്കാൽക്കൽ ഇരുന്നു തിരുവചനങ്ങളെ പ്രാപിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നല്ലോ. കർത്താവേ, നിൻ്റെ ദിവ്യ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ദൈവിക നിയോഗം ഞങ്ങളെ അറിയിക്കണമേ. ദൈവിക ആലോചനകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിനും മനസ്സിനും ശരീരത്തിനും ഞങ്ങളുടെ ജീവിതത്തിനും ഞങ്ങളുടെ സഭയ്ക്കും കുടുംബങ്ങൾക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. ഞാനോ കുറയണം, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണം. ഈ പകൽക്കാലത്തെ ശുശ്രൂഷയിൽ ദൈവ തേജസ് വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവശബ്ദം കേൾപ്പിക്കുമാറാക്കണമേ. സർവ്വമഹത്വവും മാനവും പുകഴ്ചയും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പലപ്പോഴും നമ്മൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തതാണ്. ഈ വേദഭാഗം എൻ്റെ മുമ്പിലേക്ക് ദൈവം തന്നപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ചിന്തിച്ചത് പറയണോ, ഇതാണോ ഉപവാസ പ്രവർത്തനത്തിലെ ആദ്യം പറയേണ്ടത്. വീണ്ടും വീണ്ടും എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്
പ്രേരിപ്പിച്ച നിമിത്തം അവിടെ തന്നെ നിൽക്കുവാനിടയായി തീർന്നു. ഇവിടെ നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നത് യെശയ്യാവിൻ്റെ ദർശനവും വിളിയും എന്നുള്ള ഒരു വിഷയമാണ്. ഐസയാസ് വിഷൻ ആൻഡ് ഹിസ് കോൾ. ഇൻ അതർ വേർഡ്സ്, ഗോഡ് കമ്മീഷൻസ് ഐസയ. ദൈവം യെശയ്യാവിനെ നിയോഗിക്കുന്നു. BC 8-ാം നൂറ്റാണ്ടിൽ യഹൂദയിൽ ദൈവത്തിന് വേണ്ടി നിന്ന ശക്തനായ ഒരു അഭിഷിക്തനാണ്, പ്രവാചകനായിരുന്നു യെശയ്യാവ് എന്ന് കാണുവാൻ കഴിയുന്നു. യെശയ്യാവിൻ്റെ ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ 2 മക്കളുടെ പേരൊക്കെ 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും ഒക്കെ ആരംഭവാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. വേദപുസ്തകത്തിലെ ഏറ്റവും സുദീർഘമായ പേര് യെശയ്യാവിൻ്റെ മകൻ്റെ പേരാണെന്ന് നമുക്ക് 8-ാം അധ്യായത്തിലൊക്കെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ആമോസിൻ്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്താണ് ദൈവത്തിൻ്റെ ദർശനം പ്രാപിച്ച് പ്രവചനാത്മാവിൽ ഇസ്രായേൽ മക്കളോട്, യഹൂദ ജനത്തോട് പ്രവചിപ്പാനിടയായി തീർന്നത്. നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ 6-ാം അധ്യായം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തെ ചെറിയ ബൈബിൾ എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഒരു ട്രൂ കോപ്പി, മറ്റൊരു പതിപ്പ് എന്ന് കാണാൻ കഴിയും. അതിനെ വേദപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് ബൈബിളിൽ 66 അധ്യായമുണ്ട്, യെശയ്യാവിലും 66 അധ്യായമുണ്ട്. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളുണ്ട്. യെശയ്യാവിൻ്റെ ഫസ്റ്റ് ഐസയായിലെ ഫസ്റ്റ് പാർട്ടിൽ 39 അധ്യായങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ 27 അധ്യായങ്ങളുണ്ട്. അതുപോലെ യെശയ്യാവിൻ്റെ 27 പുസ്തകങ്ങളുണ്ട്. യെശയ്യാവിൻ്റെ സെക്കൻഡ് പാർട്ടിൽ 40 മുതൽ 66 ഉള്ള വാക്യങ്ങൾ 27 അധ്യായങ്ങളുണ്ട്. അങ്ങനെ രണ്ടും കൂടെ ക്രോഡീകരിച്ച് നോക്കുമ്പോൾ 66 പുസ്തകങ്ങളെന്ന് അധ്യായങ്ങളെന്ന് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഇത് ബൈബിളിൻ്റെ ഒരു സ്മോൾ കോപ്പി, അല്ലെങ്കിൽ ചെറിയ ബൈബിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഞാൻ അതിലേക്കൊന്നും പുസ്തകം തുറന്ന് ചിന്തിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞു വിടട്ടെ. 1-ാം അധ്യായം ഈ യെശയ്യാവ്, ആമോസിൻ്റെ മകനായ യെശയ്യാവ് ഇങ്ങനെയാണ് പ്രവചനം തുടങ്ങുന്നത്: ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ. അടുത്തത് ആകെ മുന്നോട്ട്. മതി. ഈ 1-ാം ഭാഗം അധ്യായം വരുമ്പോൾ ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദ ദേശത്തോട്, ഇസ്രായേൽ ദേശത്തോട് പ്രവചിക്കുന്ന ജനത്തെ നോക്കി, ദൈവത്തിൻ്റെ ജനമായ യഹൂദയെ നോക്കി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവരെ വിമർശിച്ചും അവരെ കുറ്റമാരോപിച്ചും അവർക്കെതിരെ ശക്തമായി ദൈവത്തിൻ്റെ ആലോചന പറയുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും, സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലും എന്ന് പറഞ്ഞാൽ സകല വംശങ്ങളും അവിടെ കടന്നു വരും. സിയോനെ കുറിച്ച്, ദൈവത്തിൻ്റെ പർവ്വതമായ സിയോനെ കുറിച്ച്, അർത്ഥാൽ യെരൂശലേമിനെ കുറിച്ച് ശക്തമായി ദൈവത്തിൻ്റെ ആലോചന കാണാൻ കഴിയുന്നു. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ യെരൂശലേം പുത്രിമാരുടെ വിശേഷത, ദൈവത്തിൻ്റെ ആത്മാവിൽ സിയോൻ പുത്രിമാരുടെ നടപ്പ്, അവരുടേതായ പ്രവൃത്തികൾ, അതിനെക്കുറിച്ച് 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, അത് നിമിത്തമുണ്ടാകുന്ന അനർത്ഥങ്ങൾ, അതിൻ്റെതായ കോൺസിക്വൻസ് ഒക്കെ നമുക്ക് 3-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7 സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച്, ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം, നിന്റെ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു വിടുക. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച്, എൻ്റെ പ്രിയന് ഞാൻ മനോഹരമായ ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ തോട്ടത്തെക്കുറിച്ച്, പ്രിയതമനെക്കുറിച്ച്, ദൈവജനത്തെക്കുറിച്ച്, യഹൂദിയ അഥവാ ഇസ്രായേൽ ജനത്തെ ഒരു തോട്ടമായി ഉപമിച്ചുകൊണ്ട് അവിടെ
ആലങ്കാരിക ഭാഷയിൽ ഒരു ദൈവത്തിൻ്റെ ആലോചനയാണ് പറയുന്നത്. ഇതെല്ലാം നോക്കുമ്പോൾ യഹൂദയെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ആക്ച്വലി ദൈവം യെശയ്യാവിനെ കമ്മീഷൻ ചെയ്യുന്ന ഭാഗം, ദൈവം തന്നെ വിളിച്ച ഭാഗം 6-ാം അധ്യായത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിക്കണം. 5 അധ്യായങ്ങൾ വളരെ ശക്തമായിട്ട് താൻ പ്രവചിച്ചു, പ്രസംഗിച്ചു, ശക്തമായി ദൈവദൂത അറിയിച്ചു. 6-ാം അധ്യായം വരുമ്പോൾ താൻ ഒരു ദർശനം കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതൊരു ഹെവൻലി വിഷൻ ആയിരുന്നു. ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയിൽ, ഈ പകൽക്കാലം ദൈവാത്മാവിനാൽ നമുക്ക് ഒരുമിച്ച് കൂടാം. മനസ്സ് ദൈവത്തിൽ കേന്ദ്രീകൃതമായി തീരട്ടെ. ആമേൻ. ഗോഡ് സെന്റേഡ് അനുഭവങ്ങളായി മാറട്ടെ. ആമേൻ. ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉസിയ രാജാവ്, 1-ാം വാക്യം വായിക്കുന്നത്, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ തൻ്റെ അനുഭവമാണ് ഇവിടെ പേഴ്സണലായിട്ട്, വ്യക്തിപരമായി ഈ 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വർഗീയ ദർശനമുണ്ടെങ്കിൽ തന്നെയും തൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അനവധി കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ അതിലൊന്ന് ക്രോഡീകരിച്ച് ഇന്ന് പകൽക്കാലം ഈ 8 വാക്യങ്ങളിലൂടെ 7 കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാനായിട്ട് ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. 1, താൻ അനുഭവിച്ചതായ 1-ാമത്തെ കാര്യം, ഹി റിക്കഗ്നൈസ്ഡ് ഗോഡ്. താൻ ദൈവത്തെ തിരിച്ചറിഞ്ഞു. 1-ാമത്തെ വാക്യത്തിൽ. പ്രൈസ് ദി ലോർഡ്. അതിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സോവർണിറ്റി, ദൈവത്തിൻ്റെ പരമാധികാരം, ദൈവശക്തി ഒക്കെ യെശയ്യാവ് തിരിച്ചറിഞ്ഞു. 2-ാം ഭാഗത്ത് വരുമ്പോൾ സെറാഫീം, ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തെ അഡോർ ചെയ്യുന്ന, ആരാധിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവീക ആരാധനയുടെ മഹത്വമാണ് ഇവിടെ കാണുന്നത്. അതാണ് താൻ തിരിച്ചറിഞ്ഞത്. 3-ാമത് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹി റെക്കഗ്നൈസ്ഡ് ഹിംസെൽഫ്. ഈ സ്വർഗീയ ദർശനം നിമിത്തം താൻ തന്നെ തന്നെ തിരിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 4-ാമത് ഐസയ കൺഫസ്ഡ് ഹിസ് സിൻസ്. തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. 6-ാമത് ഹി റിസീവ്ഡ് ഫോർഗീവ്നെസ്. താൻ ദൈവത്തിൽ നിന്ന് പാപക്ഷമ അല്ലെങ്കിൽ ശുദ്ധീകരണം പ്രാപിച്ചു എന്ന് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. 6-ാമത് ഹി ഹേർഡ് ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ തിരുശബ്ദം താൻ വ്യക്തിപരമായി തന്നോട് സംസാരിക്കുന്ന, he heard the voice of God. ദൈവശബ്ദം, തന്നോട് ഇടപെടുന്ന ദൈവശബ്ദം താൻ കേട്ടു. അവസാനമായി he offered himself unto God. താൻ തന്നെ പൂർണ്ണമായി, സമ്പൂർണമായി. അല്പം മുമ്പ് ദേവദാസൻ ചില ഭക്തന്മാരുടെ അനുഭവങ്ങളൊക്കെ ഓർപ്പിച്ചല്ലോ. അവരൊക്കെ ദൈവത്തിന് അർപ്പിച്ചവരായിരുന്നു. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷയിൽ ഹിറാമൈ സെൻമി, ഇതായിരിക്കണം ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന, ഇന്നത്തെ ദിവസത്തിലെ അവസാനമായി ആ കമ്മീഷനിങ് ഏറ്റെടുക്കുന്ന പകൽക്കാലമായി തീരട്ടെ. അടിയനിതാ എന്നെ അയക്കണമേ. പ്രൈസ് ദി ലോർഡ്. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ 8 കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ഉസിയ രാജാവ് മരിച്ച ആണ്ടിലെന്ന് എഴുതിയിരിക്കുന്നത്. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആ അധ്യായങ്ങൾ മൊത്തം വായിക്കേണ്ടത് രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിലുമുണ്ട്. 1 രാജാക്കന്മാർ 15. എന്നാൽ 2 ദിനവൃത്താന്തം, 2 Chronicles chapter 26 16 to 20 ഒരാൾ വായിച്ചാട്ടെ. അവൻ ഉസിയാവിന് വേറൊരു പേര് അസറിയാവുന്നുണ്ട്. ആമേൻ. ഉസിയാവ് എന്ന അസറിയാവ് 16-ാമത്തെ വയസ്സിൽ ആമേൻ രാജഭരണം ഏറ്റവനാ. ആമേൻ. 52 വർഷം താൻ ദേശം ഭരിച്ചു. ഒരു സുദീർഘമായ വർഷം ദേശം ഭരിച്ച ഒരു രാജാവാണ് ഉസിയ രാജാവ്. എന്നാൽ 6-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ, അതായത് BC 740,
BC 740 ആ ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. ഈ 6-ാം അധ്യായത്തിലെ ദ കോൾ ഓഫ് ഐസയ BC 740 നടക്കുന്നത്. ആ ഏകദേശം ചില പുസ്തകങ്ങളിൽ 742 കാണാം, ഏകദേശം 740. ആമേൻ. ഈ സമയത്ത് സംഭവിച്ച കാര്യമാണ് നാം വായിക്കുന്നത്. വായിച്ചാട്ടെ. അവൻ ബലവാനായപ്പോൾ, ഇവിടെ നാം ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏതെല്ലാം മണ്ഡലങ്ങളിൽ, ആത്മികമോ ഭൗതികമോ ധനപരമായോ സോഷ്യലോ എക്കണോമിക്കലോ ഏത് വിധത്തിലാകട്ടെ, ബലവാന്മാരാകുന്നത് നല്ലതാ, ശക്തരാകുന്നത് നല്ലതാ. പക്ഷേ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. Praise the Lord. അവന്റെ ഹൃദയം, when he was strong, his heart was lifted up to his destruction. അവന്റെ നാശത്തിനായിട്ട് അവന്റെ ഹൃദയം നിഗളിച്ചു. ഉപവാസ പ്രാർത്ഥനയിൽ ആരംഭ ദിവസങ്ങളൊക്കെ നാം ചിന്തിച്ചു കാണും. എങ്കിലും ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് അനേകർ വീണുപോയ ലോകത്താണ്, അനേകർ പട്ടുപോയ ലോകത്താണ്. സ്വർഗത്തിലെ പ്രധാന ദൂതന്മാർ ഒരാളായ ലൂസിഫർ പോലും നിഗളിച്ചതുകൊണ്ടാണ്, അഹങ്കരിച്ചതുകൊണ്ടാണ്, താൻ ആരോ ആയെന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ്, താനാണ് എല്ലാം എന്ന് ചിന്തിച്ച് തൻ്റെ സിംഹാസനം ദൈവസിംഹാസനത്തിന്റെ മുകളിലേക്ക് വെക്കണമെന്ന് ചിന്തിച്ചപ്പോഴാണ് അവന് പതനമുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ ആര് ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ വീഴ്ചയ്ക്കല്ല, മറിച്ച് നമ്മുടെ ആത്മീയ ഉന്നമനത്തിനായി തീരട്ടെ. അവൻ ബലവാനായപ്പോൾ, അവൻ ശക്തിപ്പെട്ടപ്പോൾ, in every aspects of his life, തന്റെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അവൻ ബലവാനായപ്പോൾ അവന്റെ നാശത്തിനായി അവന്റെ ഹൃദയം നിഗളിച്ചു. ഉണ്ടാവരുത് ദൈവമക്കളെ. ഇപ്പോൾ മുതൽ ശുദ്ധീകരണം പ്രാപിച്ചോണം. ഒന്നിലും നിഗളിക്കരുത്, ഒരു കാര്യത്തിലും നിഗളിക്കരുത്. ദൈവത്തോട് പറഞ്ഞാട്ടെ. കർത്താവ് ക്രൂശിലെ മരണത്തോളം അനുസരണമായി ഉള്ളവനായി തീർന്ന, ഹല്ലേലൂയ, he emptied himself, തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ആ ത്യാഗങ്ങളെല്ലാം സഹിച്ച, ഞാനത് വർണ്ണിക്കുന്നില്ല, യേശുവിനെ അനുധാവനം ചെയ്യുന്ന ദൈവമക്കളെ, നമുക്കാവശ്യം നിഗളമല്ല, മറിച്ച് താഴ്മയാണ്. പ്രൈസ് ദി ലോർഡ്. എവിടെ താഴ്മയുണ്ടോ, എവിടെ താഴുന്നുവോ, എവിടെ വിട്ടുകൊടുക്കുന്നുവോ, എവിടെ ഒഴിഞ്ഞു മാറുന്നുവോ, എവിടെ വേറിട്ടിരിക്കുന്നുവോ, അവിടെ നിന്റെ ഉയർച്ചയുടെ ആരംഭം കുറിക്കുകയാണ്. ഉസിയാവിന് പറ്റിയ അബദ്ധം, അവൻ ബലവാനായപ്പോൾ അവന്റെ നാശത്തിനായിട്ട് അവന്റെ ഹൃദയം നിഗളിച്ചു. അടുത്ത വായിച്ചാട്ടെ. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. നോക്കണേ, നിഗളിക്കുക മാത്രമല്ല, ആ ലൂസിഫർ ചെയ്ത പോലെ ദൈവത്തോട് കുറ്റം ചെയ്തു. നിഗളിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആദ്യം വിശ്വാസികളോടോ ലോകക്കാരോടോ അല്ല, ദൈവത്തോടാ വെറുക്കുന്നത്. ദൈവത്തോട് കുറ്റം ചെയ്തു. ഒന്നുകൂടെ വായിച്ചാട്ടെ. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ദാവീദിന്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നപ്പോൾ, കുറ്റങ്ങൾ വന്നപ്പോൾ, പാപവും ലംഘനവും ഒക്കെ വന്നപ്പോൾ ദാവീദ് ദൈവത്തോട് അത് ഏറ്റുപറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മുടിയനായ പുത്രനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന ലൂക്കോസ് 15 എടുക്കണ്ട. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, അവൻ സ്വദേശത്ത് നിന്ന് തൻ്റെ പിതൃഭവനത്തിൽ നിന്നെല്ലാം വാങ്ങിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടപ്രകാരം അന്യദേശങ്ങളിലെല്ലാം പോയി തനിക്ക് തോന്നുന്ന വിധത്തിൽ ജീവിച്ച് അവസാനം പന്നി തിന്നുന്ന വളവര പോലും കിട്ടാതെ വന്നപ്പോൾ അവൻ ഇരുന്ന് അനുതപിച്ചതായിട്ട് നമുക്ക് കാണുന്നു. അവൻ തന്നെത്താൻ ഗദ്ഗതം അപ്പനെ തന്നെത്താൻ അവൻ പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലും. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഒരു ട്രയൽ എടുക്കുക. അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയാം? ആദ്യമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് അപ്പാ, ഞാൻ സ്വർഗത്തോടും. ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേ, അപ്പനോടാ സംസാരിക്കേണ്ടത്.
അപ്പനോടാ കുറ്റം ഏറ്റു പറയേണ്ടത്, അപ്പനോടാണ് അപരാധം ക്ഷമിക്കാൻ പറയേണ്ടത്. പക്ഷെ യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ആരംഭം എവിടെയാണെന്നറിയാമോ? സ്വർഗീയ ദർശനം കാണുമ്പോൾ ദൈവത്തോട് അനുദപിക്കുവാനിടയായിത്തീരും. ആ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ സ്വർഗീയമായ ലിങ്ക്, സ്വർഗീയമായ കണക്ഷൻ, സ്വർഗീയമായ ആ കൂട്ടായ്മ ദൃഢമായി കഴിഞ്ഞാൽ ഭൂമിയിലെ ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ അവന്റെ അപ്പനോട് പറയാനായിട്ട് പറയുകയാണ്. ഞാൻ അപ്പന്റെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ പറയും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഇങ്ങനെയുള്ള ഒരു സമർപ്പണം ഉണ്ടാകട്ടെ. കർത്താവേ, സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു. പിതാവേ, നിനക്ക് ഇഷ്ടമില്ലാത്തത് എന്റെ ജീവിതത്തിൽ നടന്നു. നിന്റെ ഹിതം ഞാൻ അനുസരിച്ചില്ല. നമ്മൾ അവിടുന്ന് ദൂത് കേൾക്കും, ഇവിടുന്ന് കേൾക്കും, അവിടുന്ന് കേൾക്കും, 4 വാർഡ് ദൂത് കേൾക്കും, ചെയ്യത്തുമില്ല. ഹല്ലേലൂയ. ഒരു കാര്യം ദൈവം ഒരാളിൽ കൂടെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിലുള്ള ദൂതാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, പിന്നെ 1000 പേരുടെ അടുത്ത് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്കുള്ള കുഴപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. വഴിതെറ്റിപ്പോകാൻ പിന്നെ ആമേൻ സംശയങ്ങൾ ഉരുവാകാൻ പിന്നെ വേറെ കാരണമൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പറയട്ടെ, ദൈവത്തോട്. ഒരിക്കൽ ശമൂവേൽ പ്രവാചകൻ എടുത്ത് വാക്യങ്ങളെടുത്ത് വായിക്കണ്ട, എന്നാൽ ഞാൻ പറയാം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ, ബാക്കി പറയാമോ? ദൈവത്തോട്. അപ്പം ദൈവത്തോട് പാപം ചെയ്യുന്ന ഒരു വേ ആണ് മറ്റുള്ളവർക്ക് വേണ്ടി. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാന ജമ്മുവിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഇന്ത്യയിലെ അതിർത്തി സേനയ്ക്ക് വേണ്ടി, ഇന്ത്യയിലെ മിലിറ്ററി വ്യൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ, ആമേൻ, നമ്മൾ ഉപവസിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ ഈ ഇന്നർ സർക്കിളിൽ നിന്ന് ആമേൻ ഇന്ത്യയുടെ ഉണർവിനായി പല സംസ്ഥാനങ്ങൾക്ക് ലോകയാപകമായി പടർന്നു കിടക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന. രാവിലെ ഞാനൊരു വീഡിയോ കണ്ടു, ഒരു ദൈവദാസന്റെ തലയടിച്ച് പൊട്ടിച്ച് ദേഹത്തെല്ലാം മുറിവേറ്റ് കിടക്കുന്ന, ഏത് സംസ്ഥാനത്താണെന്ന് എനിക്കറിയാം. രാവിലത്തെ ഒരു പ്രയറിൽ ഞാൻ കണ്ടു, ഒരു പ്രയർ ഗ്രൂപ്പിൽ 7 മണിക്ക് 6 മണിക്ക്. ആമേൻ. അനേകർ കർത്താവിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാതിരുന്നാൽ ആരോടാ പാപം ചെയ്യുന്നത്? ദൈവത്തോട് പാപം ചെയ്യും. അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു പാപം അല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാതിരിക്കുന്ന ഒരു പാപം. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞത്, അപ്പാ ഞാൻ സ്വർഗത്തോട് ബുദ്ധിയും പൈസായും ധനവും ആളും പെരുപ്പവും പ്രശസ്തിയും ഒക്കെ വന്നപ്പോൾ, ജ്ഞാനവും പണവും പെരുകിയപ്പോൾ, പുരോഹിതൻ ചെയ്യേണ്ട ശുശ്രൂഷ ഇവൻ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. വായിച്ചോട്ടെ. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. നീ സിംഹാസനത്തിൽ ഇരുന്നോ വാണോ, പക്ഷേ ധൂപം കാട്ടാൻ നിനക്ക് വ്യവസ്ഥയില്ല. ആമേൻ. ഹല്ലേലൂയ. ധൂപം കാട്ടുവാൻ അകത്ത് ചെന്നു. അടുത്തത്, അസരിയ പുരോഹിതനും
അവനോടുകൂടെ ധൈര്യശാലികളായി. അല്പം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതിനോട് ചേർന്ന അസരിയാ പുരോഹിതനും തന്നോട് ചേർന്ന 80 പുരോഹിതന്മാരും, അല്ലേ? യഹോവയുടെ 80 പുരോഹിതന്മാരും യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്ത് ചെന്ന്, ആമേൻ, ഈ മനുഷ്യൻ രാജാവ് അകത്ത് എന്ന് ധൂപം കാട്ടാൻ തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ ധൂപം കാട്ടേണ്ട അസരിയാ പുരോഹിതനും മറ്റ് 80 പുരോഹിതന്മാരുടെ അകത്ത് ചെന്നപ്പോൾ ഒരാൾ ധൂപം കാട്ടിക്കൊണ്ട് നിൽക്കുന്ന കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഏൽപ്പിക്കാത്തത് ചെയ്യരുതേ. ദൈവിക കമ്മീഷൻ ഇല്ലാതെ, ദൈവിക നിയോഗമില്ലാതെ എന്തെങ്കിലും തോന്നി ചിന്തിച്ച് എനിക്കുമാവാമെന്ന് പറഞ്ഞ് ചെയ്യാൻ തുടങ്ങിയാൽ അത് വിനാശത്തിൽ ചെന്ന് അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. അകത്തിയെന്ന് ഉസ്സിയ രാജാവിനെ തടുത്ത് അവനോട്, ഉസ്സിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട, പഴയ നിയമ പശ്ചാത്തലത്തിൽ പറയുന്നു, ധൂപവർഗം, ധൂപം കാട്ടുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്റെ വംശത്തിനാണ്. അപ്പോൾ നീ എന്തിനു ചെയ്തു? വായിച്ചാട്ടെ. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക. നീ പെട്ടെന്ന് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ, നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കയില്ല എന്ന് പറഞ്ഞു. മാനമായിരിക്കയില്ല, യഹോവയുടെ മുമ്പാകെ അത് മാനമായിരിക്കയില്ല എന്ന് പറഞ്ഞു. അടുത്തത്, ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസ്സിയാവ് കോപിച്ചു. ധൂപം ഇവനോട് ചെയ്യരുതെന്ന് പറഞ്ഞു. ഒരവസരം കൊടുത്തു മാറി നിൽക്കുവാൻ, ആമേൻ, വിശുദ്ധ സ്ഥലം വിട്ടുമാറുവാൻ, അവന്റെ പ്രാണന രക്ഷയ്ക്ക് വേണ്ടി അവൻ ആ മാരകമായ കുഷ്ഠം വരാതിരിക്കുവാൻ, ദൈവകോപം വരാതിരിക്കുവാൻ അവസരം കൊടുത്തിട്ടും അവനത് ഗൗനിച്ചില്ല. അപ്പോൾ അവൻ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കയിൽ തന്നെ കണ്ടോ, അപ്പം ഈ ഏൽപ്പിക്കാത്ത ചെയ്യുമ്പോഴാണ് ഈ കോപമൊക്കെ കയറി വരുന്നത്. ഞാൻ ഈ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ സ്നേഹിതരും എൻ്റെ പ്രിയപ്പെട്ടവരുമാണ്, നിങ്ങളിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എവിടെ നിന്നോ എന്തോ പറയുന്നൊന്നുമല്ല. ഈ നമ്മളെ ഈ കോപം ഇടുന്ന വരുന്നേ, അതിനു മുമ്പ് ഭയങ്കര ആരാധന, അങ്ങ് അത്യുങ്ക ശൃംഗത്തിൽ ആരാധനയുടെ അന്യഭാഷയുടെ ഒക്കെ, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കോപം ഇടുന്ന വരുന്നത്. അത് കഴിയുമ്പം ദൈവമക്കളും ദൈവദാസന്മാരും നമ്മൾ ഈ കോപവും വിദ്വേഷവും ഒക്കെ എവിടുന്ന വരുന്നത്. അപ്പോൾ ഈ ഡ്യുവലിസം നമ്മൾ മാറ്റണം. ദൈവത്തിനാണെങ്കിൽ ദൈവത്തിന് വേണ്ടി തന്നെ ദൈവിക സ്വഭാവം വെളിപ്പെടണം. ആ കോപത്തെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ നമ്മളിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനെ ജയിക്കാൻ കഴിയണം. ആമേൻ, ഹല്ലേലൂയ. അവൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല, അപ്പോൾ തന്നെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക നിർബന്ധത്താല്. എന്നാൽ ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പുരോഹിതന്മാർ വന്ന് പറഞ്ഞപ്പോൾ അവൻ കോപിച്ചു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വായിച്ചാട്ടെ. ിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. നീ രാജാവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ഏൽപ്പിച്ചോ നീ ചെയ്യുക. രാജ്യഭരണമാണെങ്കിൽ അത് ചെയ്യുക. ലോകപരമായി നീ എക്സെട്രാ നീ ഒരു വലിയ ആളായിരിക്കും, അവിടെ പേരും പ്രശസ്തിയും ഉണ്ടാകാം. പക്ഷെ വിശുദ്ധാലയത്തിൽ ആത്മീക ശുശ്രൂഷയുടെ കാർമ്മികത്വങ്ങളിൽ ദൈവീക അഭിഷേകവും ദൈവീക നിയോഗവും ദൈവാത്മാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ചെയ്യട്ടെ. അതിനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും നമ്മൾ ഈ ലോകത്താണല്ലോ ജീവിക്കുന്നത് കൊണ്ട് 8-ാം തീയതി അല്ലയോ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ 140 കോടിയിലധികം വരുന്ന കാത്തലിക് സമൂഹത്തിൻ്റെ പോപ്പിനെ തിരഞ്ഞെടുത്തത്. ഈ ഫ്രാൻസിസ് പാപ്പ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ പോപ്പാകാൻ നിയുക്തരായ നമ്മുടെ ഫിലിപ്പീൻസിലെയും അതുപോലെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഇറ്റലിയിലെയും ജർമ്മനിയിലെയും ഇവിടുന്നും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ, വളരെ യോഗ്യരായ ആൾക്കാരെ കുറിച്ച് പറഞ്ഞത്. എല്ലാം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹചാരിയായ അസിസ്റ്റൻ്റായി നിന്ന ഒത്തിരി പേരുണ്ടായിരുന്നു.
പ്രഗത്ഭന്മാരായിരുന്നല്ലേ. പക്ഷേ മൂന്നാമത്തെയോ നാലാമത്തെയോ ഞറുക്കെടുപ്പ് വന്നപ്പോൾ, വെള്ളപ്പുക ഉയർന്നപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാധാരണക്കാരൻ, പെറുവിലെ അമേരിക്കക്കാരനാണെന്നുള്ള പേരേ ഉള്ളൂ, പുള്ളിയെ കണ്ടാൽ അറിയാം ഒരു സാധാരണ സുവിശേഷകനാ. 25 വർഷത്തോളം പെറു എന്ന രാജ്യത്ത് പാവങ്ങളിടയിൽ സുവിശേഷ വേല ചെയ്ത് ഒരു മിഷണറിയായി വളരെ ത്യാഗപൂർണമായ ഒരു സേവനം ചെയ്ത ഒരു മനുഷ്യനാണ് ഇപ്പോൾ ആ കത്തോലിക് സഭയുടെ അധ്യക്ഷനായിട്ട്, ലോകവ്യാപകമായ അധ്യക്ഷനായിട്ട് എത്തിയത്. അവരെത്ര വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചെന്നറിയാമോ? എത്ര നമ്മളൊക്കെ എന്തെളുപ്പോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദൈവാത്മാവിന് വിധേയപ്പെട്ട് കൊടുക്കുവാൻ അവർ ഒത്തിരി സമയങ്ങൾ വേർതിരിച്ചു. പക്ഷെ അതിനകത്തൊരു കാര്യം, അദ്ദേഹം 5-6 വയസ്സ് പ്രായമുള്ളപ്പോൾ, 5 മുതൽ 10 വരെയുള്ള വയസ്സ് പ്രായമുള്ളപ്പോൾ തൻ്റെ വീട്ടിൽ തൻ്റെ ജ്യേഷ്ഠനോടും പെങ്ങളോടും തൻ്റെ സഹോദരങ്ങളോടും താൻ പറയുമായിരുന്നു, ഞാൻ ഒരു വൈദികനാകും, ഞാനൊരു പോപ്പാകും. അന്നേരം തൻ്റെ സഹോദരങ്ങൾ, ജ്യേഷ്ഠനും സഹോദരങ്ങളും നീ പോപ്പാകുവോടാന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കി. പോപ്പൊന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വളരെ കളിയാക്കി. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം പറയട്ടെ, ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കുഞ്ഞു പ്രായം മുതലേ ആത്മീക കാർമ്മികത്വത്തിനായി തനിക്കൊരു ഉൾവിളി ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ആരും അനുകൂലിച്ചില്ലെങ്കിൽ ഒരു കർഷക കുടുംബത്തിൽ പിറന്ന ആ കൊച്ചു പയ്യൻ പറയാൻ തുടങ്ങി, ഞാനൊരു പോപ്പാകും. അതുകൊണ്ട് ആരുടെയും റെക്കമെൻഡേഷൻ പിടിക്കാതെ അദ്ദേഹം സുവിശേഷ വേലയുമായി കടന്നുപോയി. കഴിഞ്ഞ കർദിനാളായത് 2023 23 കർദിനാളായ ആള് 25 പോപ്പായിട്ട് മാറി. നമ്മൾ പെന്തക്കോസ്തുകാരൊക്കെ ചിന്തിക്കേണ്ടി ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്തൊക്കെ. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിന്റെ കാര്യം പറയുകയും ചെയ്യും, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്, വേർപെട്ട ദൈവമക്കളാന്ന് പറയുകയും ചെയ്യും. കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മുടേതായിട്ട വട്ടത്തിൽ നമ്മൾ കാര്യങ്ങൾ ഒതുക്കി കൂട്ടും. എന്നിട്ട് പിന്നെ വന്നിരുന്ന് തുള്ളാൻ തുടങ്ങും. തമ്പുരാന്റെ കരം ഭാരമായിട്ട് വരും. ദൈവം നിയോഗിച്ചത്, ദൈവം കൽപ്പിച്ചാക്കിയത് വെളിപ്പെട്ട് വരട്ടെ. ദൈവ നിയോഗമുള്ളത് മാത്രം നിറവേറട്ടെ. റോമൻ കത്തോലിക്കരുടെ ഇടയിൽ അത് നടക്കുമെങ്കിൽ പെന്തക്കോസ്തുകാരായ ദൈവമക്കളെ നമ്മുടെ ഇടയിൽ എത്ര അധികമായി നടക്കണമായിരുന്നു. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മടങ്ങി വരട്ടെ. ഇഫ് യു ഹാവ് എ ഡ്രീം, ഇഫ് യു ഹാവ് എ വിഷൻ, ലോകം മുഴുവൻ നിനക്കെതിരായാലും, എല്ലാവരും നിന്നെ എഴുതി തള്ളിയാലും, ദൈവം നിന്റെ അകത്തൊരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ അകത്തൊരു വിളിയെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്വർഗീയ ഗവൺമെന്റ് അംഗീകരിച്ചതാണെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ ലോകം അംഗീകരിച്ചേ പറ്റൂ. മറുഭാഗം, ദൈവം തെരഞ്ഞെടുക്കാത്തത്, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എവിടെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നെങ്കിൽ, ഒരു ലോക്കൽ സഭയോട് മാത്രമല്ല, ആഗോള വ്യാപകമായി പ്രത്യേകിച്ച് കേരളക്കരയിലെ പെന്തക്കോസ്ത് സമൂഹത്തോട് വിളിച്ചു പറയട്ടെ, ദൈവം പറിച്ചെറിയുന്ന, ദൈവം എടുത്തു മാറ്റുന്ന നാളുകൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രവചനത്തോട് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. അടയാളം വന്നേ, നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. യഹൂദന്റെ പ്രമാണം അനുസരിച്ച് രാജകുമാരനായാലും കൊള്ളാം, രാജാവായാലും കൊള്ളാം, പുരോഹിതനായാലും കൊള്ളാം, പ്രവാചകനായാലും കൊള്ളാം, കുഷ്ഠം പൊങ്ങിയാൽ പാളയത്തിന് പുറത്ത്. സ്തോത്രം. എൻ്റെ വിഷയമൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കൂടുതൽ നിൽക്കുന്നില്ല. എനിക്കറിയില്ല, ആ ഭാഗം അധികമായിട്ട് ചിന്തിക്കാൻ ഓർത്തത് പോലുമല്ല. വായിച്ചോട്ടെ, ആ ഭാഗം വായിച്ചു വിട്ടാട്ടെ. മഹാപുരോഹിതനായ അസരിയാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. കണ്ടോ, നേരെ പോകാനുള്ള സമയം ഉണ്ടായിരുന്നു, ഒഴിഞ്ഞു മാറാനുള്ള അവസരം ഉണ്ടായിരുന്നു. പിന്നെ ദൈവം അടയാള സഹിതം തെളിയിച്ചപ്പം ഇവരെല്ലാം 80+1 മഹാപുരോഹിതനും പിന്നെ പുരോഹിതന്മാരും ഈ 81 പേര് ഒരുത്തിനെ പൊക്കിയെടുത്തങ്ങ് പുറത്താക്കി. കുറച്ച് താഴോട്ട് വായിക്കുമ്പോൾ, യഹോവ തന്നെ ബാധിച്ചതുകൊണ്ട്, ഞാൻ ഇന്ന് രാവിലെ, ഇത് നേരത്തെ ചിന്തിച്ച വിഷയമാണെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ധ്യാനിക്കുമ്പോൾ ഞാനത് അവിടെ അണ്ടർലൈൻ ചെയ്തു. ആ ഭാഗത്ത് ദൈവം തന്നെ ബാധിച്ചു.
എസ്തേറിന്റെ പുസ്തകത്തിൽ രാജാവിന് ഹദസ്സയെ ബോധിച്ചെന്ന് എഴുതിയിട്ടുണ്ടല്ലേ. ഇത് വേറൊരു കാര്യമാണ്. നമ്മൾ ബാധയെ കുറിച്ചൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇവിടെ ദൈവം അവനെ ബാധിച്ചു, ദൈവം അവനെ സന്ദർശിച്ചത് കൊണ്ട്, ദൈവത്തിന്റെ സന്ദർശനം അവന്റെ മേൽ വന്നതുകൊണ്ട്, ദൈവം അവനെ ബാധിച്ചത് കൊണ്ട് അവൻ തന്നെയും പുറത്തു പോകുവാൻ ബന്ധപ്പെട്ടു. അടുത്ത താഴോട്ട് വായിക്കേണ്ട സമയമില്ലല്ലോ. അവൻ കുഷ്ഠരോഗിയായി മാറി. ആ കുഷ്ഠരോഗത്തോടുകൂടെ ക്ലോസ് ആയി അല്ലേ? ലാസ്റ്റ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതോടുകൂടെ അവന് മരണപ്പെട്ടു. അത് BC 740. അങ്ങനെ ഉസിയാവെന്ന സെരിയാവ് ഉസിയ രാജാവിന്റെ 52-ാം വാഴ്ചയുടെ ആ ആണ്ടിൽ താൻ മരിച്ചു. ഇനി നമ്മൾ യെശയ്യാവിലേക്ക് വരാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ആമേൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഒരു രാജാവ് ദൈവിക സന്ദർശനമേറ്റ് ദൈവ കോപ നിമിത്തം, നികളവും അഹങ്കാരവും നിമിത്തം, ചെയ്യേണ്ടാത്തത് ചെയ്ത നിമിത്തം നാശയോഗ്യമായി മരണയോഗ്യമായി തീർന്ന് അവൻ മരിച്ച സമയത്ത് ഒരു പ്രവാചകന്റെ മേൽ ദൈവിക ദൗത്യം കടന്നു വരികയാണ്. ദൗത്യം അവസാനമാണ്. അതിനു മുമ്പ് കർത്താവിനൊരു കാര്യം കാണിച്ചു. ഈ ഭൂമിയിലുള്ള സിംഹാസനങ്ങളും രാജത്വങ്ങളും ഭരണകൂടവും അല്ല വലുത്, ട്രംപും പുട്ടീനും ഒന്നും അല്ല വലുത്. കർത്താവിന്റെ സ്വർഗീയ സിംഹാസനം. നമ്മുടെ കണ്ണുകൾ ഭൗമികമാകരുത്, നമ്മുടെ നോട്ടങ്ങൾ ലൗകികമാകരുത്, നമ്മുടെ ചിന്തകൾ ഭൗമികമാകരുത്. മറിച്ച് അവൻ ഉയരത്തിലേക്ക്, സ്വർഗത്തിലേക്ക്. ആരെങ്കിലും മരിച്ചു വീഴട്ടെ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, ഇന്ന് പകൽക്കാലം അവിടെയും ഇവിടെയും പലതും നടക്കട്ടെ, നീ ദൈവ നിയോഗം പ്രാപിച്ച ദൈവമൈതലെങ്കിൽ നീ സ്വർഗീയ ദർശനം കാണണം. നമ്പർ 1. ഒന്നാമത്തെ, ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്ന ഒന്നാമത്തെ വിഷയം, 7 കാര്യങ്ങൾ. 1, he saw the Lord. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥന ഇത്രയും ദിവസമായി കർത്താവിനെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവിന്റെ ഇമ്പസ്വരം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവന്റെ ലാവണ്യ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗ്രേഷ്യസ് വേർഡ്സ് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവന്റെ ഇമ്പസ്വരം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവൻ നമ്മോട് മൃദുവായി സംസാരിച്ചിട്ടുണ്ടോ? സ്വർഗീയ ദർശനം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? He recognized God. അതാണ് ഒന്നാമത്തെ ചിന്ത. അവൻ ദൈവത്തെ കാണുവാനിടയായി തീർന്നു. ആ സ്വർഗീയ സിംഹാസനം. ഒന്നാമത്തെ വാക്കിനൂടെ വായിച്ചാട്ടെ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് മതി. ആ ഭാഗത്തേക്ക് നമുക്ക് വരാൻ സമയമില്ല. ഇവിടെ ആമേൻ, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ. ഞാൻ ആ വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഐ സോ ദ ലോർഡ്. ഇത് ഇൻഡിവിഡ്വലാ, വ്യക്തിപരമാണ്. നമ്മൾ ആസ് എ ചർച്ച്, ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നെങ്കിലും ഇന്നത്തെ ദൂതെല്ലാം വ്യക്തിപരമാണ്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വിരൽ ചൂണ്ടുവോ അല്ലെങ്കിൽ നോക്കി നിൽക്കുമ്പം ഒന്നാമത് 2 ആഴ്ചയായിട്ട് ഇത് ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നോടാ ദൈവം പറയുന്നത്. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനിടയായി തീരട്ടെ. നമുക്ക് സ്വർഗീയ ദർശനം ഉണ്ടാകട്ടെ. എനിക്ക്, നമുക്കല്ല, പ്ലൂറൽ ഫോം വിടട്ടെ. എനിക്ക് ഐ സോ ദ ലോർഡ്. ഇന്ന് കർത്താവിനെ കാണുകയായി തീരട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് കർത്താവുമായിട്ടൊരു മീറ്റിംഗ്, കർത്താവുമായിട്ടൊരു കൂട്ടായ്മ, കർത്താവുമായിട്ടുള്ള ഒരു സംസർഗം, കർത്താവിനെ കാണുവാനിടയായി തീരട്ടെ. ആ കർത്താവിനെ അവൻ കാണുന്നത് ഉയർന്നും, ഒരു സിംഹാസനം ഇരുന്നവൻ താഴെ വീണപ്പോൾ, ഒരു സിംഹാസനം എംപ്റ്റിയായി മാറിയപ്പോൾ, ആമേൻ, ഭൗമികമായ അധികാരങ്ങൾ ഒഴിഞ്ഞു മാറിയപ്പോൾ യെശയ്യാവ് കാണുന്നു. 5 അധ്യായങ്ങളിൽ പ്രവചിച്ച യെശയ്യാവിനെ അല്ല, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ കുറവുള്ളവനാണെന്ന് പറയത്തക്കോണമുള്ള സ്വർഗീയ സിംഹാസനം. പ്രൈസ് ദ ലോർഡ്. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇന്ന് പകൽക്കാലം ഈ
തിരുവനന്തപുരത്തിൻ്റെ പ്രദേശത്ത് PMG ചർച്ചിൽ ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ അഥവാ വീട്ടിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വിഷയവുമായി നെടുമ്പാട് വീഴുമ്പോൾ നാം ഞരങ്ങി ഭാരപ്പെട്ട് വേദനപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ അയ്യം വിളിക്കുമ്പോൾ ഒരു ദർശനം കാണട്ടെ. എൻ്റെ നാഥൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ വാണരുളുന്ന കർത്താവിൻ്റെ സ്വർഗീയ ദർശനം കാണുവാനിടയായി തീരട്ടെ. അവരെയാണ് ആത്മീയരെന്ന് പറയുന്നത്. അവരാണ് ദൈവത്തിൻ്റെ ജനം. ഇവിടെ പാർക്കുന്നെങ്കിലും സ്വർഗമായ കണക്ഷൻ ഉള്ളവർ. ഹല്ലേലൂയ. അവർക്ക് ലൗകികരെ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ ഭാഗങ്ങളെല്ലാം വിടുന്നു. ഞാൻ ആ ഭാഗം പോയാൽ ഈ 7 കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഒരു ആരാധന. ഒന്നാമത് കർത്താവിൻ്റെ സിംഹാസനം. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം ഇരിക്കുന്ന കാഴ്ച താൻ കണ്ടു. അതിന്റെ വർണ്ണനയാണ് അടുത്ത വാക്യങ്ങൾ. വായിച്ചാട്ടെ. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിങ്ങലുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ആ മന്ദിരം മുഴുവൻ, ആലയം മുഴുവൻ നിറഞ്ഞു. ദൈവത്തിന്റെ തേജസ് കൊണ്ട് ആലയം മുഴുവൻ നിറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഒരു ദൈവാലയത്തിലെ നമ്മൾ അവിടെ നിന്നല്ലേ കയറി വരുന്നത്. നമ്മൾ താഴെ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തു നിന്നൊക്കെ വരുമ്പോഴേ ഈ ആലയം മുഴുവൻ ദൈവ തേജസ് കൊണ്ടങ്ങ് മൂടപ്പെട്ട ഇതിനകത്ത് കയറുന്ന ഒരാൾ കാല് വെക്കുമ്പോൾ തന്നെ ആത്മാവിൻ്റെ ചലനമുണ്ടാകും. ഈ ഉപവാസത്തിൽ പ്രാർത്ഥിച്ചാട്ടെ, അത് പാസ്റ്ററോ വിശ്വാസിയോ ആരുമായിക്കൊള്ളട്ടെ, നമ്മളുടെ ആ പഴയ മനുഷ്യൻ പുറത്ത് എഴുതി കളഞ്ഞിട്ട് ഈ ആലയത്തിനത്തെ അകത്തേക്ക് നമ്മൾ കാല് കുത്തുമ്പോൾ നാം ദൈവ തേജസ്സിനാൽ, ദൈവത്തിന്റെ ഷെഖേനയാൽ മൂടപ്പെട്ടവരായി മാറട്ടെ. പിന്നെ നമ്മളല്ല, കർത്താവാ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവ തേജസ് താൻ കാണുവാനിടയായി തീർന്നു. ദൈവിക ആരാധനയുടെ ശ്രേഷ്ഠത ശ്രദ്ധിച്ചാട്ടെ. എങ്ങനെയാണ് അടുത്തത്? സാറാഫുകൾ അവന് ചുറ്റും നിന്നു. കണ്ടോ, സ്വർഗീയ ദർശനത്തിൽ അവൻ കാണുന്നത് ഭൂമിയിലാണ് ഇരിക്കുന്നതെങ്കിലും സ്വർഗീയ കാഴ്ച കാണുകയാണ്. സാറാഫുകൾ. സാറാഫ് എന്ന വാക്ക് സിംഗുലർ ആണ്. സറാഫീം എന്ന് പറയുന്നതാണ് പ്ലൂറൽ. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അഗ്നിജ്വാല എന്നാണ്, ഫയറി, ആമേൻ, തീജ്വാലയുള്ള വ്യക്തികളെന്നാണ് ഈ സറാഫീം എന്ന വാക്കിൻ്റെ അർത്ഥം. ഞാനത് കഴുകന്മാരുടെ രൂപവും മനുഷ്യ സാദൃശ്യവും കഴുകന്മാരുടെ മുഖവും ആ മനുഷ്യ അങ്ങനെ വ്യത്യസ്തമായി ഈ സറാഫീനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലും യെശയ്യാവിലും പല ഭാഗത്തുണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ നോട്ട്സൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു, പക്ഷേ ആ ഭാഗത്ത് ഞാൻ കിടക്കുന്നില്ല. സറാഫുകൾ, സ്വർഗീയ ജീവികൾ. അവർക്ക് ഒറ്റ പണിയേ ഉള്ളൂ, ആരാധന. സറാഫുകൾ അവന് ചുറ്റും നിന്നു. അഗ്നിമയമായ ചിറകുള്ള സ്വർഗീയ ജീവികളായ, അഗ്നിയിൽ നിന്ന് ആരാധിക്കുന്ന, അഗ്നി ജ്വലിക്കുന്ന ദൂതന്മാരെയാണ് യെശയ്യാവ് കാണുന്നത്. തീജ്വാലയാണ് കാണുന്നത്. സറാഫുകൾ ദൈവത്തിന് ചുറ്റും നിന്നു. അടുത്തത്, ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. അവരുടെ ചിറകിന്റെ വർണ്ണന 6 ചിറക്. അടുത്തത്, 2 കൊണ്ട് അവർ മുഖം മൂടി. 2 കൊണ്ട് 6 ചിറകുകൾ. 2 കൊണ്ടവർ മുഖം മൂടി. കാണാൻ ദൈവത്തിന്റെ തേജസ്സിനെ കാണാൻ പറ്റുന്നില്ല. അനുഭവിച്ചറിയുന്നുള്ളൂ, പക്ഷെ നോക്കിയാൽ അവർ പോലും ഇല്ലാതായി തീരും. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. 2 കൊണ്ട് പറന്നു. ആത്മീയ അർത്ഥത്തിൽ ഞാൻ പറയട്ടെ, ചില വിഷയങ്ങളുടെ മുമ്പാകെ ദൈവ തേജസ് വെളിപ്പെടുമ്പോൾ മുഖം മൂടി, കാലുകളെ മൂടി, ആത്മാവിൽ പറന്നുയരുന്ന അനുഭവം നമുക്കുണ്ടാകട്ടെ. ഈ സറാഫുകളെ പോലെ, സറാഫീമിനെ പോലെ ആയിത്തീരുവാൻ നമുക്ക് കഴിയട്ടെ. അടുത്തത്, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുയർന്നുകൊണ്ട് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇവരെ എന്താ പറയുന്നത്? ഒരുത്തനോട് ഒരുത്തൻ കാണുമ്പോ എന്താ പറയുന്നത്? മൂന്നാമത്തവന്റെ കുറ്റോ? ഹലോ, ഉപവാസ പ്രാർത്ഥന ഇല്ലയോ? ശുദ്ധീകരിക്കപ്പെടാത്ത ഉപവാസ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിനൊരു പ്രയോജനമില്ല, നമുക്കൊരു പ്രയോജനമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുത്തനെ കാണുമ്പോൾ ഒരുത്തൻ, ഒരുത്തിയെ കാണുമ്പോൾ ഒരുത്തി, അല്ലെങ്കിൽ കാണണ്ടല്ല ഫോണിൽ കൂടെ. ഹലോ, ഫോണല്ലയോ മാധ്യമം? അപ്പോൾ എന്താ, ഒരുത്തനെ കാണുമ്പോൾ ഒരുത്തനെ, ഒരു ദൂതൻ മറ്റൊരു ദൂതനെ കാണുമ്പോൾ എന്താ പറയുന്നത്? ചോറും കറിയും വെച്ച കാര്യമോ
സഭയിലെ കാര്യമോ നാട്ടിലെ കാര്യമോ ഭൂമിയിലുള്ള കാര്യമോ ഉസിയാവിന്റെ കാര്യമോ ഒന്നും അല്ല. ഹല്ലേലൂയ. പുരോഹിതന്മാരുടെ കാര്യവും ഉസിയാവിന്റെ കാര്യവും രാജാക്കന്മാരുടെ കാര്യവും അല്ല. സ്വർഗത്തിന്റെ ശബ്ദം കേട്ടിട്ട് and one cried unto another. നമ്മുടെ സഭയിൽ അത് വെളിപ്പെടട്ടെ. ഹോളി ഹോളി ഹോളി, സൈന്യങ്ങളുടെ യഹോവ. അയ്യോ പറയാൻ എന്താ പേടിയാന്ന് പറഞ്ഞു, എല്ലാരും പറഞ്ഞേ. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇത് കത്തോലിക്കർക്കും ഓർത്തഡോക്സുകാർക്കും മത്രമക്കാർക്കും CSIക്കാർക്കുമുള്ള കുത്തകയല്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം പറയണം, നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്. പരിശുദ്ധൻ എന്ന് പറയുവാൻ ആ പരിശുദ്ധനായ ദൈവത്തിന്റെ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ട് ദൈവത്തോട് പുക്കാർ ചെയ്യുക, ദൈവത്തോട് വിളിക്കുക. ക്രൈഡ് ഔട്ട്, അലറി വിളിക്കണമെന്നേ, ദൈവത്തോട് അലറി വിളിക്കണമെന്നേ. എന്താ ഉച്ചത്തിൽ പറയേണ്ടത്? സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ. ഒന്ന് പറഞ്ഞാട്ടെ, സൈന്യങ്ങളെ യഹോവ. എങ്ങാണ്ടൊക്കെ ഡൗൺ ആയി. ഒരുമിച്ച് സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇത് നീ ആത്മാവിൽ പറയുന്നെങ്കിൽ, ആ ദൈവിക അധികാരത്തോടെ പറയുമെങ്കിൽ, നിന്റെ അശുദ്ധി നിന്നിൽ നിന്ന് താനേ മാറിപ്പോകും. ദൈവത്തിന്റെ തേജസ്, ആ സ്വർഗീയ സാന്നിധ്യം നിന്റെ ശരീരത്തിലേക്കും നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിലേക്കും നിന്റെ ഭവനത്തിലേക്കും നിങ്ങളിലേക്ക് ഇറങ്ങി വരും. സ്തോത്രം സ്തോത്രം. സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ കണ്ടോ? ആ ലെവല് മാറുന്ന കണ്ടോ? ഭൂമിയിലായിരുന്നെങ്കിലും സ്വർഗീയ കാഴ്ചയാണ് യേശയ്യാവ് കാണുന്നത്. സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ. കതകന്ന് അടച്ച്, മുറിക്കകത്ത് കയറി കതകന്ന് അടച്ച്, അല്ലെങ്കിൽ ആലയത്തിൽ എല്ലാവരും വരുന്നതിന് മുമ്പ് അല്പനേരം നേരത്തെ വന്നിട്ട് ഇവിടെ വന്നത് മുട്ടുമടക്കുന്നേ, അല്ലെങ്കിൽ താഴെ ഇരിക്കാൻ വയ്യ കസേര ഇരുന്നു കൊണ്ട് ആ സ്വർഗീയ ദർശനം ഒന്ന് പ്രാപിക്കട്ടെ. ആ ദൈവ തേജസ്സിനാൽ നീ മറയപ്പെടട്ടെ. സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഒരുത്തൻ മറ്റൊരുത്തനോട് പറയുന്ന ശബ്ദം കേട്ടു. ഇനി ഫോൺ എടുത്ത് ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പ് ദൈവാത്മാവിന് വിധേയപ്പെടണം. ദൈവഹിതമല്ലാത്ത ഒരു വാക്കെൻ്റെ വായിൽ നിന്ന് എൻ്റെ കൂട്ടുവിശ്വാസിക്കെതിരെ പറയാൻ, കൂട്ടുദൈവദാസന്മാർക്കെതിരെ പറയാൻ ഇടയാക്കരുതെന്ന് ഞാൻ കണ്ടും കേട്ടും ഞാൻ ഏറ്റവും കൂടുതൽ മലയാളത്തിലുള്ള കേരളക്കരയിലെ പെന്തക്കോസ്തുകാരും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോ ഇത് ഏറ്റവും കൂടുതൽ ദുർവിനിയോഗം ചെയ്യുന്നത് നാക്കുകൊണ്ട് ആരാധിക്കുന്ന അതേ നാവുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം മടങ്ങി വാ, ശുദ്ധീകരണം പ്രാപിക്കുക. നിന്റെ വിഷയമാണെങ്കിൽ നീ പറ, വേറൊരാളുടെ വിഷയത്തിൽ ഇടപെടരുത്. പ്രൈസ് ദി ലോർഡ്. അവരും ദൈവദാസന്മാരും, അവരും ദൈവദാസനും ദൈവദാസി, അവരും ദൈവമക്കളും മാത്രമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യട്ടെ. അല്ലെങ്കിൽ അതിന്റെ ഉയർന്ന തലം അവരും ദൈവവുമായിട്ട് തീർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വെറുതെ വടി കൊടുത്ത് അടിമേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഒരുത്തൻ എന്താ പറയുന്നത്? സൈന്യങ്ങളെ യഹോവയായ ദൈവം പരിശുദ്ധൻ. അടുത്തത് പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സർവ്വഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിട്ട് നിന്റെ വായിൽ എന്താ ഒരു ദൈവ ശബ്ദം കേൾക്കാത്തത്? നിന്നിലേക്ക് എന്താ ദൈവ തേജസ് ഇറങ്ങി വരാത്തത്? ദൈവം പാർഷ്യാലിറ്റി ഉള്ള ദൈവമാണോ? സർവ്വഭൂമിയും ശ്രദ്ധിച്ചു നോക്കേ, ഇൻ ഓൾ ദി യൂണിവേഴ്സ്. സ്വർഗം അങ്ങനെ തന്നെയാ. ഭൂമിയും ദൈവത്തിന് തേജസ് കൊണ്ട് മൂടി, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ദൈവമഹത്വം, യെശയ്യാവ് ആ ദൈവമഹത്വം കണ്ട്, ദൈവത്തിന്റെ ആ തേജസ് കണ്ട് ആർത്തു വിളിക്കുമ്പോൾ ദൈവമക്കൾ ചുമ്മാതെ പ്രൈസ് ദി ലോർഡ്. സെറാഫീമിന്റെ ദൂതന്മാരുടെ ആരാധനയാണ്. അഡോറിങ്, പ്രൈസിങ്, വർഷിപ്പിംഗ്, ഡാൻസിങ്. അവിടെ നടക്കുന്നത് എന്താ? ദൈവത്തോടുള്ള ആരാധന. അവരെല്ലാം മറക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുമ്പോൾ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കാൻ കഴിയട്ടെ. ആമേ ദാവീദ് വീതി മധ്യേ റോഡിലൂടെ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിച്ചതുപോലെ പരസ്യമായും രഹസ്യമായും ദൈവത്തെ ആരാധിപ്പാൻ
നമ്മുടെയൊക്കെ ഈ ഞങ്ങളൊക്കെ കൊതിക്കുന്ന ഒരു വിഷയം ആരാധനാലയം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ചർച്ചിന്റെ ഒരു മലയാളം പേരെന്തുവാ? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആരാധന എന്തൊരാലയം? ആരാധനാലയത്തിൽ വന്നിട്ട് ആരാധിക്കാതിരുന്ന പിന്നെ എവിടെ ചെന്ന് ആരാധിക്കുന്നു? ഹല്ലേലൂയ. പേര് തന്നെ ആരാധന, വർഷിപ്പ് പ്ലേസ്. വർഷിപ്പ് സ്ഥലത്ത്, വർഷിപ്പ് പ്ലേസിൽ വന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവിക മഹത്വം അനുഭവിച്ചറിഞ്ഞില്ലെങ്കിൽ നീ എവിടെ ഇരുന്ന് ആരാധിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവം മാറ്റമില്ലാത്തവനാണ്. എവിടെയാണ് ക്രമീകരിക്കപ്പെടേണ്ടത്? നമ്മിലാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. ദൈവസ്ഥാനത്തിൽ വന്നിരുന്ന് ഉറങ്ങിപ്പോകരുതേ, ദൈവാലയത്തിൽ വന്നിരുന്ന് മയങ്ങിപ്പോകരുതേ. ദൈവീക ആരാധന എൻജോയ് ചെയ്യുവാൻ, ദൈവീക ആരാധന ആസ്വദിക്കുവാൻ, അനുഭവിപ്പാൻ നമുക്ക് കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രധാന കാര്യങ്ങൾ മുന്നോട്ടുള്ളത് കൊണ്ട് ഞാൻ ആമേൻ ബന്ധിതമായതുകൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. മൂന്നാമത്തത്, 5-ാമത്തെ വാക്യം. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. മതി. 5-ാം വാക്യത്തില് താൻ പറയുന്നത്, woe is me, for I am undone, because I am a man of unclean lips. അയ്യോ, എനിക്കയ്യോ കഷ്ടം. ഇന്ന് പകൽക്കാലം എത്ര, ഞാൻ പറയാം, ഇതൊരു ഉണർവിലേക്ക്, വലിയ രോഗശാന്തിയിലേക്കും വലിയ മിറക്കിൾസിലേക്ക് നടക്കുന്ന ശുശ്രൂഷയല്ല. ദൈവം അങ്ങനെയല്ല. അത് ഞാൻ പറയും, ഇന്നെങ്ങനെ ദൈവം എനിക്ക് തന്നതെന്ന്. പക്ഷെ ഇത് പറയാമെങ്കിലുണ്ടല്ലോ, നിന്റെ അകത്തെ രോഗങ്ങൾ പമ്പ കിടക്കും. ആമേൻ. നിന്റെ വ്യാധികൾ, നിന്റെ കുടുംബത്തെ പിശാച് വാതിച്ചിരിക്കുന്ന പലതും ഒഴിഞ്ഞു മാറിപ്പോവും. ദൈവം എടുത്തു മാറ്റും. അയ്യോ, അപ്പോൾ ഞാൻ അയ്യോ കഷ്ടം കേട്ടോ എന്ന് പാസ്റ്ററോട് പറയല്ല. പാസ്റ്ററെ അയ്യോ കഷ്ടം എന്ന്, മധുസാറെ അയ്യോ കഷ്ടം എന്ന് പറയല്ല. ദൈവസ്ഥനിൽ ഇരിക്കുമ്പോ എന്ത് ചെയ്യണം? എനിക്കയ്യോ കഷ്ടം. എത്ര പേർക്ക് പറയാൻ കഴിയും? 1 മിനിറ്റ് എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. 1 മിനിറ്റ് നെഞ്ചിലോട്ട് കൈവച്ചിട്ട് ആ സ്വർഗത്തിലേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ, അയ്യോ എനിക്കയ്യോ കഷ്ടം. പറഞ്ഞാട്ടെ ദൈവമക്കളെ, എനിക്കയ്യോ കഷ്ടം, എനിക്കയ്യോ കഷ്ടം. നമ്മിലേക്കൊന്ന് നോക്കാം. വചനമാകുന്ന ടോർച്ച് കൊണ്ട്, വചനമാകുന്ന ലൈറ്റ് കൊണ്ട് നമ്മുടെ അകത്തേക്ക് നമ്മളെ ആഗമനമായി നോക്കിയിട്ട് പറഞ്ഞാട്ടെ, എനിക്കയ്യോ കഷ്ടം. അടുത്ത എന്താ പറയുന്നത്? ഞങ്ങളെ തുറന്ന് നമ്മൾ മടങ്ങി വരാം. അയ്യോ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. യെശയ്യാവിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ ഭാഗത്തെ വേറൊരാളിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. റോമാലേഖനം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 7:24-25. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. നിങ്ങളെ ശ്രദ്ധിച്ചാട്ടെ, ക്രൈസ്തവ സഭ കണ്ട പത്രോസ് സിംഹാസനമൊക്കെ അവർ വാദിക്കുന്നെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഈ ദിവസങ്ങൾ ഓർത്തു, ഇതെന്താ ഇവർക്ക് ഈ പൗലോസിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതെന്ന്. അഭാവം വിടുന്നു, നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട്. എന്നാൽ ലോകം കണ്ട അപ്പോസ്റ്റൽ പാർ എക്സലൻസ്, കർത്താവിന് വേണ്ടി എല്ലാമായി തീർന്ന, ജീവനോടെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട, ദൈവമുമ്പാകെ വിശ്വസ്തൻ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം എന്ന് പറഞ്ഞ ഒരു ശ്രേഷ്ഠ അപ്പോസ്തലൻ, കർത്താവിൻ്റെ അഭിഷിക്തൻ. ആ ദമസ്കോസ് മുതൽ ആ വാള് കഴുത്തേൽ കയറുന്നിടം വരെ, കഴുത്ത് അറുത്തു മാറ്റുന്നിടം വരെ, തലയും ഉടലും മാറുന്നത് വരെ കർത്താവിനായി ജീവിച്ച ഭക്തനായ മനുഷ്യൻ പറയുന്നു, അയ്യോ എനിക്ക് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഓ wretched man I am.
ഈ മരണത്തിന് അധീനമായ പൗലോസ് പറയുകയാണ്, യെശയ്യാവിനെ പോലെ പൗലോസ് പറയുകയാണ്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. നോക്കുക, here Apostle Paul expresses his deep frustration. തന്റെ അകത്തുണ്ടായ ആഴമായ ആ ഫ്രസ്ട്രേഷൻ അറിയിക്കുകയാണ്. And despair at his inability to fully obey God's law. ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ നിയമത്തെ പൂർണ്ണമായി അനുസരിക്കാൻ കഴിയാത്തതിൻ്റെ അപര്യാപ്തതയും കഴിവില്ലായ്മയും ആ കുറവുകളും കണ്ടിട്ട് പൗലോസ് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ ഉപവാസത്തിന്റെ പകൽക്കാലം, 12ാമത്തെ പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. Then he cried out. പിന്നീട് താൻ നിലവിളിക്കുകയാണ്. Praise the Lord. Not merely lamenting. കരയുകയല്ല, ഉച്ചത്തിൽ നിലവിളിക്കുക. Hallelujah. Who will deliver me from this body of death? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ അരിഷ്ട മനുഷ്യൻ. യെശയ്യാവ് പറയുന്നു, ഞാൻ നശിച്ചു. എവിടെയാണ് ദൈവത്തിന് ഉപയോഗമുള്ള പാത്രങ്ങളായി വരുന്നത്? ഞാനില്ലാതാവുമ്പോഴാണ്. ഞാൻ എന്ന വ്യക്തിത്വം, ഞാൻ എന്ന സ്വയം ഞാനില്ലാതാകുമ്പോൾ എൻ്റെ കർത്താവ് എന്നിൽ വെളിപ്പെടും. Praise the Lord. This verse highlights the believer's internal struggle with sin and the need for God's deliverance. അകത്തളങ്ങളിൽ നാം അനുഭവിക്കുന്ന പാപത്തിന്റെ ആ പോരാട്ടമുണ്ടല്ലോ, അതിനെയാണ് ഇത് സിഗ്നിഫൈ ചെയ്യുന്നത്. ആമീൻ. എത്ര പേർക്ക് പറയാൻ കഴിയും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ? മറ്റൊരാളല്ല, എൻ്റെ അകത്ത് എനിക്കിന്നും ഓവർകം ചെയ്യാൻ കഴിയാത്ത പല പാപത്തിന്റെ ബന്ധനത്തിൽ ഞാൻ അകപ്പെടുന്നെങ്കിൽ ഞാൻ അരിഷ്ട മനുഷ്യൻ. എനിക്ക് സ്വയം അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എന്നെ ആര് വിടുവിക്കും? ഓ, ആ പാപത്തിൽ നിന്ന്, ആ ലംഘനത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? He wants God's deliverance. തനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഇത്രയും പ്രാർത്ഥന മനുഷ്യനായ, ഇത്രയും വലിയ കൃപാവരമുള്ള, ഇത്രയും വലിയ അപ്പോസ്തലനായ പൗലോസിന് കഴിയുന്നില്ലെങ്കിൽ നമ്മളൊക്കെ എത്ര ഹതഭാഗ്യരാണ്. നമ്മൾ എത്ര പ്രാവശ്യം പറയണം, എൻ്റെ കർത്താവേ നിന്റെ കൃപ വേണേ, നിന്റെ വിടുതൽ എനിക്ക് വേണേ, നിന്റെ കരം എനിക്ക് വേണേ, നിന്റെ സന്നിധിയിൽ ഞാൻ താണു വീണുരുളുകയാണപ്പാ. ഈ ഉപവാസം ആത്മതപനത്തിന്റെയും പഴയ നിയമ രട്ടിലും വെണ്ണീറിനുമുള്ള അനുഭവങ്ങളായി മാറട്ടെ. ദൈവമുമ്പാകെ അയ്യം വിളിക്കുന്ന ദിവസങ്ങളായി, രാത്രികളായി മാറട്ടെ. എന്നെ വിടുവിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പാപത്തിന്റെ അതിശക്തമായ ആക്രമണം തൻ്റെ മർത്യ ശരീരത്തിലേക്ക്, തൻ്റെ സ്വഭാവത്തിലേക്ക്, തൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ നോക്കുമ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, the ability to live in God's obedience, അഥവാ obedience to God. ദൈവിക അനുസരണത്തിൽ, ദൈവികമായ ഭരണത്തിൽ, ദൈവികമായ കൺട്രോളിൽ കർത്താവേ എന്നെ ആക്കി തീർക്കണമേ എന്ന് പൗലോസ് കരയുകയാണ്, നിലവിളിക്കുകയാണ്. യെശയ്യാവിലേക്ക് വരാം, 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ച, അയ്യോ ഞാൻ, അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഈ തിരുവനന്തപുരം പട്ടണത്തിൽ അയ്യോ കഷ്ടം എന്ന് പറയാൻ മറ്റാരെ നോക്കണ്ട, അപ്പനാ തന്നെ തന്നിലേക്കൊന്ന് നോക്ക്, എന്നിട്ട് പറ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. അടുത്തത്, ഞാൻ ശുദ്ധിയില്ലാത്ത അത്തരങ്ങളുള്ള ഒരു മനുഷ്യൻ. ആര് പറയും? ഏത് പ്രവാചകൻ വന്ന് എത്ര ദൂത് പറഞ്ഞാലും ഇതൊന്നും പറയത്തില്ല. എന്തുവാ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യനാണെന്ന് ഒന്നും എല്ലാം പോട്ടെ. 12:20, ഇന്ന് 12:20 മുതൽ ഇന്ന് രാത്രി 12:20, എത്ര പേര് രാത്രി 12:20 കാണും? അതിന് മുമ്പേ ഉറങ്ങിപ്പോതില്ലേ? എന്നാലും ഞാൻ പറയുക, രാത്രി 12:20 12 മണിക്കൂർ, 24 മണിക്കൂർ ഞാൻ തരുന്നില്ല. ഇപ്പോൾ മുതൽ രാത്രി, ഈ സമയം ശരിയാണെങ്കിൽ രാത്രി 12:20 വരെയുള്ള സമയത്ത്, ഇന്ന് നമ്മൾ പ്രാർത്ഥനയല്ലേ കൂടുതലിരിക്കുന്നത്,
ഇന്നത്തെ ദിവസത്തെ ഒന്ന് എവാലുവേറ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഡെയിലി ഉറങ്ങുന്നതിന് മുമ്പ് ദൈവം മുമ്പാകെ ഒന്ന് തന്നെത്താൻ ശോധന ചെയ്യുവാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെ കയറി കിടന്നുറങ്ങുകയാണ്. കർത്താവേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി 139 സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്ന പോലെ, കർത്താവേ, ഇന്ന് ഞാൻ ഏതെല്ലാം തെറ്റുകൾ ചെയ്തു, ഇന്ന് എൻ്റെ ജീവിതത്തിൽ വന്നത് പിശാച് വാദിച്ച് എൻ്റെ നന്മയ്ക്ക്, എൻ്റെ തലമുറയുടെ നന്മയ്ക്ക്, എൻ്റെ ആത്മീയ ഉയർച്ചയ്ക്ക്, എൻ്റെ ശുശ്രൂഷയ്ക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക്, എൻ്റെ തലമുറയുടെ നന്മയ്ക്ക്, എൻ്റെ കൂട്ടുപങ്കാളിയുടെ സൗഖ്യത്തിനും അനുഗ്രഹത്തിനും വിടുതലും തടസ്സമായി എന്നിൽ വന്ന കുറവുകൾ എന്താ? അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം. പിന്നെ ആ കുറവ് കണ്ടാൽ, ആ കുറവ് വെളിപ്പെട്ടാൽ ദൈവത്തോട് ആദ്യം നിരപ്പ് പ്രാപിക്കണം. അടുത്ത സെഷൻ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പാസ്റ്ററാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ഒരു കൊച്ചനാണെങ്കിലും ഒരു കുഞ്ഞാണെങ്കിലും ഒരു കൊച്ചു പെൺപൈതലാണെങ്കിലും മനസ്സോടെ ഹൃദയംഗമായി വിത്ത് ഓപ്പൺ ഹാർട്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ, എന്നോട് ക്ഷമിക്കണം. എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആ പരിപാടി അങ്ങ് ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടോണം. എന്തെങ്കിലും അല്ല, അത് നീ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തണം. നീ നിമിത്തം മുറിവേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വന്നല്ല, അത് നിനക്കറിയാം, നിന്റെ ഹൃദയത്തിൽ അത് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനെ എടുത്തിട്ട് ആ കാര്യം പറഞ്ഞ് കൂട്ടുവിശ്വാസിയോടും ദൈവദാസനോടും ദൈവസഭയോടും സഹോദരങ്ങളോടും നിരപ്പ് പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള നിയോഗങ്ങൾ നമ്മുടെ മേൽ വരും. ഇതും വെച്ചുകൊണ്ട് യെശയ്യാവ് 1-ാം അധ്യായത്തിൽ എന്താ പ്രവചിച്ച് പറഞ്ഞാൽ, 1-ാം അധ്യായം ഓടിച്ചു വിടുകയായിരുന്നു. എന്താ പറഞ്ഞത്? തല മുതൽ പാദം വരെ, തല മുതൽ പാദം വരെ ഒരു സുഖമില്ല. കണ്ട ടിപ് ടോപ്പ് അല്ലേ? ഒരു സുഖമില്ലെന്നേ. വായിച്ചാട്ടാ ഭാഗം. തല മുഴുവനും ദീനവും, തല മുഴുവൻ അങ്ങ് ദീനവാ, ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. ഇത് ശരീരത്തിലെ രോഗം സഹിക്കായിരുന്നു. ഹൃദയം, ഏത് ഹാർട്ട് പേഷ്യന്റ് അടുത്ത് പോയാൽ പറ്റും? തല മുഴുവൻ ദീനം, ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കളെ കുറിച്ചാ പറയുന്നത്, ദൈവജനത്തെ കുറിച്ചാ പറയുന്നത്. ഹിസ് ഓൺ പീപ്പിൾ, തന്റെ ജനത്തെ കുറിച്ച്. തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. അടി തൊട്ട് കാൽപാദം മുതൽ ഒരു ആമേനോ ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കുറിച്ചല്ലായിരിക്കും പറയുന്നത്, അല്ലയോ? ഈ ഭിത്തി ഏറ്റെടുക്കട്ടെ, അത് മടങ്ങി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം. അടി മുതൽ മുടി വരെ ഒരു സുഖവുമില്ല. ഇനി എത്ര 21 വന്നാലും എത്ര 7 വന്നാലും ഒരു സുഖവും ഇല്ല, ഒരു സുഖവും ഇല്ല. അടുത്തത് മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. എങ്ങനെ ഇരിക്കുക? പഴുത്ത മാങ്ങയേക്കാൾ കഷ്ടമാ. മഴയും കൂടെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് മാങ്ങ പഴുത്ത് ഏത് പരുവാവും. അതിനേക്കാൾ പരുക്കൾ പിടിച്ചിരിക്കുക. ശരീരത്തിലല്ലെന്നേ, മനസ്സിൽ, ഹൃദയത്തിൽ, ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് ജനത്തെ ആത്മാവിൽ ദർശിച്ചുകൊണ്ട് പറയുകയാണ്, ശരീരം മുഴുവനും ശരീരം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അവയെ ഞെക്കി കഴുകിയിട്ടില്ല. മോളിൽ കൂടെ വന്ന് അച്ഛാ നല്ല കേട്ടോ, മാമ സൂപ്പർ, ദൈവമക്കളെല്ലാവരും ഓക്കെ. വേണ്ടവണ്ണം കീറി മുറിച്ച് ശുശ്രൂഷിച്ചാൽ കൈമടക്ക് കിട്ടത്തില്ല, മുഖസ്തുതി കിട്ടത്തില്ല, അടുത്ത പ്രാവശ്യം വിളിക്കത്തില്ല. എന്ത് ചെയ്തിട്ടില്ല? അവയെ ഞെക്കി കഴുകിയിട്ടില്ല. അകത്തിരിക്കുന്ന, വ്രണപ്പെട്ടിരിക്കുന്ന, അകത്ത് ക്യാൻസർ പോലെ പറ്റിയിരിക്കുന്ന പാപക്കറ, ആ പാപത്തിന്റെ പരു ഞെക്കിയിട്ടില്ല. ഞെക്കി എന്ത് ചെയ്തിട്ടില്ല? കഴുകിയിട്ടില്ല. ഉപവാസം എന്താ? കഴുകി ശുദ്ധീകരണം പ്രാപിക്കുന്നതാണ്. നമ്മെ പറ്റിപ്പിടിച്ചിരിക്കുന്ന, ഹൃദയത്തെ പറ്റിപ്പിടിച്ചിരിക്കുന്ന, ജീവിതത്തെ പറ്റിപ്പിടിച്ചിരിക്കുന്ന, എന്തുകൊണ്ട് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല? ഇന്ത്യ ഇങ്ങനെ ഉണങ്ങി വരേണ്ട നോർത്ത് ഇന്ത്യയൊക്കെ കിടക്കുമ്പോൾ നമ്മളെ എങ്ങനെ ഇങ്ങനെയൊക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അങ്ങ് എല്ലാവരും അങ്ങ് വടക്കേന്ത്യ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരം ഒന്നും വേണ്ടിയുണ്ട്. ഇന്നലെ രാത്രി 11 മണിക്ക് ഞാൻ ദേവാസിൻ്റെ വീട്ടിലേക്ക് 11 മണിയായപ്പോഴത്തെ 10 മണി തൊട്ട് 11 മണി വഴിയിൽ എത്ര ചെറുപ്പക്കാരും പിള്ളേരും ആമ്പിള്ളേരും പെമ്പിള്ളേരും ഒക്കെ ആ സമയത്തും ഇങ്ങനെ തിരുവനന്തപുരം പട്ടണത്തിൽ കറങ്ങി കിടക്കുക. 1 മണിക്കൂർ ഞാൻ തിരുവനന്തപുരം പട്ടണത്തിൽ കൂടുതൽ രാത്രി ബൈക്കേ വന്നു. ആക്ടിവയിൽ വന്നപ്പോൾ ഞാൻ കണ്ടു തിരുവനന്തപുരത്തിൻ്റെ ദുരാവസ്ഥ. ആര് കരയും തിരുവനന്തപുരത്തിന് വേണ്ടി? ആഫ്രിക്കയൊക്കെ പോട്ടെ, നമ്മുടെ ഗുജറാത്തും ബീഹാറും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഉത്തർപ്രദേശും ഒക്കെ, ഈ തിരുവനന്തപുരത്തിന് വേണ്ടി
ആദ്യം അകത്തെ മുറിവും അകത്തെ പഴുപ്പൊക്കെ ഞെക്കി കളയാം സ്വയമായിട്ട്. വായിച്ചാട്ടെ. വെച്ച് കെട്ടിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ലെന്നേ. ഇത് വെച്ചോണ്ടാ മോളിൽ കൂടെ പരിപാടികൾ, മോളിൽ കൂടെ പോളിഷ് ചെയ്യുക, മോളിൽ കൂടെ മരുന്ന് വെക്കുക, അകത്തെന്തുവാ ജീർണിച്ചിരിക്കുക. ഈ അകത്തുള്ള ജീർണത ഇന്ന് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ച കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ അകത്തുള്ള ജീർണത എപ്പോഴാണ് മനസ്സിലാവുന്നറിയോ? 21 ദിവസം മനസ്സിലാകത്തില്ല. പറഞ്ഞാട്ടെ, 21 ദിവസം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ, 2 ആഴ്ച കഴിയുമ്പോൾ മറ്റവനിങ്ങനെ ഇളക്കി 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 ഈ അകത്തിരിക്കുന്നതിനെ പുറത്ത് കൊണ്ടുവരും. അത് സഭയിലും കുടുംബങ്ങളിലും വെളിപ്പെടുമ്പോഴാണ് മനസ്സിലാകുന്ന പൂർണ്ണമായി 21 ഇരുന്നിട്ടും ശുദ്ധീകരണം പ്രാപിച്ചിട്ടില്ല. അത് വരാതിരിക്കാൻ ഇന്നൊരവസരം ദൈവം തരികയാണ്. ഇന്ന് രാത്രിയിലോ നാളെയോ ഒന്നും ഈ വിധത്തിലുള്ള ശുശ്രൂഷയായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. വരും ദിവസങ്ങൾ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കത്തില്ല. ഏതെങ്കിലും ദൈവദാസന്മാർക്ക് അങ്ങനെ ദൈവം കൊടുക്കുന്നെങ്കിലും ആയിരിക്കട്ടെ. എനിക്ക് ഇവിടെ ദൈവാത്മാവെന്നെ ഒതുക്കി നിർത്തിയത് കൊണ്ട് മാത്രം ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ പറയട്ടെ, വായിച്ചു നിർത്താട്ടെ ആ ഭാഗം. എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. എണ്ണ പുരട്ടിന്റെ അടുത്ത് എണ്ണ പുരട്ടണം. എപ്പോഴും വഴക്ക് പറഞ്ഞോണ്ടിരുന്നാ പറ്റത്തില്ല. എണ്ണ പുരട്ടണം, എണ്ണ പുരട്ടണം. നല്ല പോസിറ്റീവ് എനർജിയൊക്കെ കൊടുക്കണം. ചില അപ്പന്മാരും അമ്മമാരും ചില മക്കളെ ശകാരിക്കുന്ന കേട്ടാ. എൻ്റെ മോൻ 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം, എനിക്ക് പറയാം എൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം CBSE അങ്ങ് തോറ്റുപോയി, മാത്സിന് മാത്രം. അഭിഷേക് അന്നേരം ഞാൻ അന്ന് രാജസ്ഥാനിലാണ്, ബാസ്വാഡ ജില്ല ഒരു ഗ്രാമത്തിൽ റിസൾട്ട് അറിഞ്ഞപ്പം ഇതുപോലെ ഒരു മെയ് മാസമാണ്. അമ്മ വിഷമിച്ചു, അവനും ആകപ്പാടെ മുറിക്കകത്തുനിന്ന് ഇറങ്ങുന്നില്ല, വിഷമിച്ചിരിക്കുക. നീ പപ്പ വരുമ്പോൾ എന്തോ പറയും, എന്തോ ചിന്തിക്കുന്നത്. ആദ്യം ഒരു ദിവസം എന്നോട് പറഞ്ഞില്ല, പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത്. വിളിച്ചു പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, കേൾക്കുന്നില്ലല്ലേ, സോറി, ആമേൻ, സോറി പറയണ്ടായിരുന്നു നേരത്തെ. അപ്പം ഞാൻ എൻ്റെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു, മോനെ ഫോൺ കൊടുക്ക്. അവൻ ആ പാടെ മൂടൗട്ടിലിരിക്കുക. ഞാൻ പറഞ്ഞു ഫോൺ കൊടുക്ക്. ഞാൻ പറഞ്ഞു, മോനെ പരീക്ഷ വരും, തോക്കും വിജയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും, നീ കൂളായിട്ടിരിക്കണം മോനെ. ഞാൻ പറഞ്ഞു, പപ്പ നാളെ വരും, എന്നിട്ട് നിന്നെ ഞാൻ കണ്ടോളാം, അടിക്കുമെന്നല്ല, നിന്നെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞു. അവൻ അല്പം ഒരു ആശ്വാസമായി, ആശ്വാസത്തിൻ്റെ കിരണം കിട്ടി, റേസ് ഓഫ് ഹോപ്പ്. അവൻ ആശ്വാസം. ഞാൻ തിരിച്ച് പിറ്റേ ദിവസം വീട്ടിൽ വന്നിട്ട് ആദ്യം ബാഗോടെ വെച്ചിട്ട് അഭിഷേകിൻ്റെ മുറിയിലോട്ട് പോയി. അവനെ വിളിച്ചിട്ട് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ഞാൻ പറഞ്ഞു, മോനെ നമുക്കെന്നോട് താഴെ ഇരിക്കാമെന്ന് പറഞ്ഞു. മുട്ടുമേലിരുന്നു. മാതാപിതാക്കളെ, പ്രസംഗിക്കുന്ന ഉപദേശിയോ പാസ്റ്റർ മാത്രമല്ല, ഒരപ്പനും കൂടെ, ആമേൻ, ഒരു ഭർത്താവും കൂടെയാ. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടിരുന്ന് ഞങ്ങൾ 2 പേരും കരം പിടിച്ച് അവനെ എന്തെല്ലാം കാര്യം പറഞ്ഞ് എൻകറേജ് ചെയ്യിപ്പിക്കാം അത്രയും അവനെ ഞാൻ എൻകറേജ് ചെയ്യിപ്പിച്ചു. അനേക ആമേൻ ചിലന്തിവലയുടെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലുള്ള ഒത്തിരി രാജാക്കന്മാരുടെ അനുഭവം, ബ്രൂസോ അല്ലേ, അത് അവിടെ തൊട്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, പല കാര്യങ്ങൾ വേദപുസ്തകത്തിലൊക്കെ പറഞ്ഞ് അവനെ ബലപ്പെടുത്തി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. തോളെ തട്ടി വീണ്ടും കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനോട് പറഞ്ഞു, നെവർ മൈൻഡ് മോനെ, നിൻ്റെ മുമ്പിൽ ഒത്തിരി വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞു. ബറോഡയിലെ ഏറ്റവും വലിയ നവരചന കോളേജിൻ്റെ ഒരു CNAയിലെ ഒരു മാഡത്തെ ഞങ്ങൾക്ക് മോനെ 1 മാസത്തേക്ക് പഠിപ്പിക്കുവാനായിട്ട് കിട്ടി. അവർ മറ്റുള്ളവരൊക്കെ പറഞ്ഞത് പോക്ക്, അവന് നിരാശപ്പെട്ടു, ഇനി ഞാൻ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്നാൽ ആ ടീച്ചർ ഞങ്ങൾ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആ മാഡത്തെ കിട്ടിയത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അവരെടുത്ത് കൊണ്ടുപോയി ഞാനും മോനും കൂടെ ചെന്ന് അവരെ ഏൽപ്പിച്ചു. അവർ പറഞ്ഞ് ബുദ്ധിമുട്ടാണ് 1 മാസം കൊണ്ട് 1.5 മാസം കൊണ്ട് 1 വർഷത്തെ ക്ലാസ് മൊത്തം എടുപ്പിക്കുവാൻ. പക്ഷേ ഞങ്ങൾ ഏൽപ്പിച്ചു, മാഡം കൈവിടരുത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഫീസൊക്കെ കൊടുത്തു, അവർ ഫീസ് മേടിച്ചു, എന്നാലും കുഴപ്പമില്ല. ആമേൻ, ആ പരീക്ഷയിൽ അവന് 60% മാർക്ക് മാത്സിൽ കിട്ടി. അവന് ബറോഡയിൽ ഏറ്റവും നല്ല ഒരു സ്കൂളിൽ 11, 12, +1, +2 പഠിച്ചു. അവിടെ അവൻ ആ സ്കൂളിലെ ലീഡറായിട്ട് മാറി. ടീച്ചേഴ്സ് അവനെ അവിടെ ആമേൻ ഏകദേശം 80% മാർക്കോടെ 12th പാസ്സായി. ബറോഡയിലെ പാരുൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആമേൻ ഒരു നല്ല 12th ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് പുറത്ത് വന്നു. ആമേൻ സ്കൂളിലെ ലീഡറായിട്ട് മാറി. ടീച്ചേഴ്സ് അവനെ ആമേൻ വളരെ ഉയർന്ന നിലയിൽ പോസിറ്റീവ് എനർജി കൊടുത്തു. ഡിഗ്രി 3 വർഷം കഴിഞ്ഞ വർഷം പാസ്സായി. അപ്പോഴും 79%, അത് ക്രിസ്ത്യാനി എന്നുള്ള സ്റ്റീവി ജോൺ എന്നുള്ള പേരായതുകൊണ്ട് ആമേൻ മറ്റ് ജാതിക്കാരായ ടീച്ചേഴ്സ് മനഃപൂർവ്വം തോലുരിക്കുന്ന പോലെ അവനെ പരസ്യമായി പെൺകുട്ടികളുടെ മുമ്പിൽ, ആൺകുട്ടികളുടെ മുമ്പിൽ കളിയാക്കി, അപമാനിച്ചു. ഒരു വാക്കും പറയാതെ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞ് എന്നോടും പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു.
ആമേൻ. മാർഗൊക്കെ അവന് ഫസ്റ്റ് റാങ്ക് കിട്ടേണ്ട അടുത്ത് അവർ മാർഗ് മനഃപൂർവ്വം കുറച്ചു. അത് വിഷയമല്ല. ഉന്നത മാർഗോടെ അവൻ ഡിഗ്രി പാസ്സായി. ഹല്ലേലൂയ. നിന്റെ ഡെസ്റ്റിനി, നിന്റെ വിധി കൽപ്പിക്കുന്ന ലോകവും പാപവും പിശാചുമല്ല. നീ ദൈവത്തിന്റെ കരം, നിന്റെ മാതാവേ പിതാവേ, നിന്റെ കുഞ്ഞിനെ ദൈവം നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. ആമേൻ. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ, ആമേൻ, സ്വർഗം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മാതാപിതാക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റ് ചർച്ചും ഫസ്റ്റ് സ്കൂളും ഫസ്റ്റ് കോളേജും നിന്റെ ഭവനമാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് കാര്യം ഏത് സമയത്തും തുറന്നു വന്ന് മാതാവിനോടും പിതാവിനോടും കുഞ്ഞുങ്ങൾ പറയാൻ കഴിയുന്ന വിധത്തിൽ ഒരു വഴി തുറന്നിട്ടേക്കണം. അത് സ്നേഹത്തിന്റെ വഴിയായിരിക്കണം, അത് പോസിറ്റീവ് വഴിയായിരിക്കണം, അത് ദൈവ നിയോഗപ്രകാരമുള്ള വഴിയായിരിക്കണം. ഇന്ന് പകൽക്കാലം മടങ്ങി വരട്ടെ. അയ്യോ, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അത്തരങ്ങളുള്ള ഒരു മനുഷ്യൻ. അടുത്തത് താൻ ശുദ്ധിയില്ലാത്ത അതിലുള്ളവനെന്ന് മനസ്സിലായി. നീ അടുത്തത് ശുദ്ധിയില്ലാത്ത അത്തരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ താൻ പാർക്കുന്നത് എവിടെയാ? ശുദ്ധിയില്ലാത്ത അത്തരങ്ങളുള്ള യഹൂദ ജനത്തെ കുറിച്ച് പറയുകയാ. ശുദ്ധിയില്ലാത്ത അത്തരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. മുമ്പ് ദേവദാസൻ പറഞ്ഞ പോലെ കാര്യം സാധിക്കാൻ നമ്മൾ താ എന്നും പറഞ്ഞുകൊണ്ട് ചോദിക്കും. മാറായ മധുരമാക്കാനും ചെങ്കടൽ വറ്റിക്കാനും അപ്പവും ഇറച്ചിയൊക്കെ കിട്ടാൻ വേണ്ടിയൊക്കെ ദൈവത്തോട് ചോദിക്കും. കാര്യം സാധിച്ചു കഴിയുമ്പോൾ ദൈവമായിട്ടൊരു ബന്ധവും ഇല്ല. പിറുപിറുപ്പ, മത്സരമാ, ദുശാഠ്യമാ. ദൈവത്തിന് മുമ്പാകെ ദൈവം എങ്ങനെ സഹിക്കും? ദൈവം എങ്ങനെ പൊറുക്കും? ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞാൽ നിങ്ങളെ എത്രത്തോളം സഹിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ കൊണ്ട് നടക്കും, സഹിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. കാരണം കൂടെ നടക്കുന്നതിൽ ഒരു ഗുണവും ഇല്ല. കർത്താവിൻ്റെ ഒരു ഗുണം അവർക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഭൂതം വിട്ടുമാറാഞ്ഞ്, അതുകൊണ്ടാണ് രോഗസൗഖ്യം. കർത്താവ് ഞങ്ങൾക്കിതെന്താ ചെയ്യാൻ കഴിയാഞ്ഞത്? അപ്പോഴാ കർത്താവ് പറഞ്ഞു, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. മടങ്ങി വരട്ടെ. ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ. അടുത്തത് ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. അടുത്തത് എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അടുത്ത വിഷയം, അടുത്ത പോയിന്റ് നാം ചിന്തിക്കുന്നത് താൻ തന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു. യാക്കോബിന്റെ ലേഖനത്തിൽ ഇതൂടെ പറഞ്ഞിട്ട് ഞാൻ വിടാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം പ്രാർത്ഥനയെക്കുറിച്ച്. 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തനായ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ആര്? യാക്കോബ്. തെളിയിക്കാമോ? യേശുവിൻ്റെ അർദ്ധസ്നേഹ സഹോദരനായ യാക്കോബ് അപ്പോസ്തലൻ. യാക്കോബിൻ്റെ ലേഖനം എഴുതിയ യാക്കോബ് ശിഷ്യനായിരുന്നില്ല. യേശു ക്രൂശീകരണം വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യേശുവിൻ്റെ ക്രൂശുമരണവും ഉയർപ്പും സ്വർഗാരോഹണം വരെ ഈ മനുഷ്യന് സഹോദരനായിരുന്നെങ്കിലും കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്കും കർത്താവിൻ്റെ ശുശ്രൂഷയേക്കുള്ള കാര്യങ്ങളും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് കർത്താവിൻ്റെ ദർശനം കിട്ടി ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി താൻ ഇറങ്ങിയത്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ അക്കോർഡിംഗ് ടു ആക്ട്സ് 15 പൗലോസും പത്രോസും ബർന്നബാസും ശിഷ്യന്മാരും എല്ലാവരും ഉള്ളപ്പോൾ ആ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? യാക്കോബ്. ആ കൗൺസിലിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? യാക്കോബ്. ചുമ്മാതെ യേശുവിന്റെ സഹോദരനാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ യാക്കോബിനെ ഇരുത്തിയതല്ല. ഹി വാസ് എ മാൻ ഓഫ് പ്രേയർ. ആമേൻ. നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു, പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. എങ്ങനെ തെളിയിക്കാൻ കഴിയും? താൻ മരണപ്പെട്ടപ്പോൾ തൻ്റെ ശവസംസ്കാരത്തിനായി തൻ്റെ ശരീരം വൃത്തിയാക്കി വസ്ത്രങ്ങൾ മാറ്റുമ്പോൾ അവരൊരു കാര്യം കണ്ടു. യെരൂശലേം സഭ ഒരു കാര്യം കണ്ടു. തൻ്റെ മുട്ട് ഒട്ടകമൃഗമുട്ടുപോലെ ഇങ്ങനെ തുടിച്ച് കറത്തിരുന്നു. അന്ന് അവനൊരു പേര് കിട്ടി, ദ മാൻ ഓഫ് ക്യാമൽനി. ഒട്ടകമൃഗമുട്ടുള്ളവൻ. പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ആ യാക്കോബ് പറയുന്ന ഒന്ന് വായിക്കാം. 5-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 15ഉം 16ഉം വാക്യങ്ങൾ വായിച്ചാട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അടുത്തത് കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അടുത്തത് അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗി പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ദൈവത്തോട് ഏറ്റു പറയണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു വിടുകയല്ല, ആ വ്യക്തിയും ദൈവത്തോട് പ്രാർത്ഥിക്കണം. അടുത്തത് അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ
നിങ്ങൾക്ക് രോഗശാന്തി ആ വരേണ്ടതിന് ശ്രദ്ധിക്കണമേ. ഇന്ന് ആ ഒരു മിനിസ്ട്രിയിലേക്ക് ഞാൻ കയറുന്നില്ലെങ്കിൽ ഈ വചനം ദൈവാത്മാവ് ഓർപ്പിച്ചോട് പറയട്ടെ, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്. എത്ര നാളായി സ്വർഗം കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും, ഞാനാ വലുത് നീയാ വലുത്, എൻ്റെ പോളിസിയാണ്, ഞാൻ പറയുന്നത്. ചില സഹോദരിമാർ അവർ അങ്ങ് അധികമായിട്ട്, ചില സഹോദരന്മാർ, പിതാക്കന്മാർ, ഭർത്താക്കന്മാർ, സഭയിലും അതുപോലെ, കുടുംബത്തിലും അതുപോലെ. ഇന്ന് മടങ്ങി വരാൻ തയ്യാറാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്മിൽ ഞാൻ ആത്മാവിൽ കാണുന്നു, ആരെങ്കിലും ഇത് ഏറ്റെടുത്താൽ ഒരു പിശാചിനും അവകാശം പറയാത്ത വിധത്തിൽ, ഒരു ലോകശക്തിക്കും പിടിച്ചൊതുക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്നെയും നിന്റെ തലമുറയെയും ദൈവം മാനിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. എനിക്കും ശിവപാസം നമ്മൾ തമ്മിൽ ഒരു കുഴപ്പമില്ല, എന്നാലും നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് തമ്മിൽ അടുത്തിരിക്കാൻ ഒരു സ്നേഹ ചുംബനം, ചുമ്മാ ചടങ്ങല്ല, എന്നിട്ട് തമ്മിൽ കണ്ണോട് കണ്ണ് നോക്കിയിട്ട് അല്പം നേരം ഇരുന്ന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയുക. അറിഞ്ഞോ അറിയാതെ ദൈവസ്നേഹം ഞാൻ നിമിത്തം, എൻ്റെ നോട്ടം കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയാൻ കഴിയുമെങ്കിൽ ആ ഒരു സ്നേഹ ചുംബനത്തിലേക്ക്, ആ കൈത്താങ്ങിലേക്ക് പരസ്പരം അംഗീകരിക്കാൻ കഴിഞ്ഞാൽ ഇത് പാസ്റ്റർമാര് മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളെ. ഈ യാക്കോബ് ഉണ്ടല്ലോ, 20 വർഷം കഴിഞ്ഞ് മടങ്ങി വരുമായിരുന്നു. ഈ പുള്ളി ഭയങ്കര സമ്പന്നനായിട്ട് വളരെ സന്തോഷത്തോടെ മടങ്ങി വരുമായിരുന്നു. അപ്പോൾ യാക്കോബിന് എല്ലാം ഉണ്ടെങ്കിലും യാബോക്കടവിൻ്റെ ഒക്കെ അടുത്ത് വരും. നമ്മളെ വീട്ടിൽ നിന്നേ പ്ലാൻ ഒപ്പിച്ച്, ബുദ്ധിമാനല്ലയോ, ഉപായി അല്ലയോ, അതുകൊണ്ട് പുള്ളി വിചാരിച്ചു, ഞാൻ മടങ്ങി എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് വരിക. പോകാൻ കാര്യം എൻ്റെ ജ്യേഷ്ഠനാണ്. ഹലോ, വീട്ടുകാര്യമാണേ. പോകാൻ കാര്യം ആരാ? എനിക്ക് പോകാൻ മനസ്സിലായിരുന്നു. എൻ്റെ അമ്മ എന്നെ അപ്പനും അമ്മയും നിർബന്ധിച്ച് ഓടിച്ചു വിട്ടതാ. കാരണം എന്താ? ജ്യേഷ്ഠൻ കണ്ട കൊന്നുകളയും. അവന് വാശി. കൊലപാതകം നടക്കാതിരിക്കാൻ 2-1, കയീനും ഹാബേലും പോലെ 2-1 ഇല്ലാതാകാതിരിക്കേണ്ടതിന് അമ്മ ഒപ്പിച്ച ഒരു പരിപാടിയായിരുന്നു. അപ്പനെ സമ്മതം മൂടി ലാബാൻ്റെ വീട്ടിലേക്ക്, അമ്മാച്ചൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പോയി. ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒന്നും പറയുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഒരു വലിയ സമൂഹമായിട്ട് മടങ്ങി വരുമ്പോൾ 20 വർഷം കഴിഞ്ഞിട്ടും, ശ്രദ്ധിക്കണ ദൈവമക്കളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു ഉപവാസം പ്രവർത്തനം ഉണ്ടെന്നും കാര്യം തീരത്തില്ല. 20 വർഷം കഴിഞ്ഞു അല്ലേ? 19 വർഷം കഴിഞ്ഞ് കൂട്ടിക്കോ, അല്ലെങ്കിൽ 20 വർഷമായി തിരിച്ചു വരിക അപ്പൻ്റെ ഭവനത്തിലേക്ക്. തിരിച്ചു വരുമ്പോൾ ഈ യാക്കോബിൻ്റെ മനസ്സിൽ എന്താ ഇരിക്കുന്നത്? പറഞ്ഞേ എന്ന് പറഞ്ഞേ, ആരെങ്കിലും പറ. യാക്കോബ് എന്താ ചിന്തിക്കുന്നത്? എൻ്റെ ജ്യേഷ്ഠനായ ഏശാവ് എന്നെ കണ്ടാൽ കൊല്ലും. അപ്പൊ സഹോദരനെ കുറിച്ച് ഇപ്പോഴും അവൻ്റെ അകത്ത്, എൻ്റെ സഹോദരൻ അങ്ങനെ അന്ന് പറഞ്ഞത്, അതുകൊണ്ട് അവൻ ചെയ്തിരിക്കും. അപ്പം മരണഭീതി, സഹോദരൻ കൊല്ലുമ്പോൾ സഹോദരനോടുള്ള ആ വിദ്വേഷം അവൻ്റെ അകത്ത് കാണും. എനിക്കുമുണ്ട്. അതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവസാനം, ഞാൻ ആ ഭാഗത്തൊന്നും നിൽക്കുന്നില്ല. പക്ഷേ മറുഭാഗത്ത് നോക്കണേ, 33 ഉണ്ട്. കുറച്ച് ദൂരത്ത് നിന്ന് ഒരു വലിയ കൂട്ടം വരുന്നതായിട്ട് കണ്ടു. ഇവരൊരു വലിയ കൂട്ടമാണ്, അപ്പുറത്തുനിന്ന് വലിയ കൂട്ടം വരുക. യാക്കോബ് തൻ്റെ വീട്ടുകാരോടും ചർച്ചക്കാരോടും ചോദിച്ചു, ആ വരുന്ന ആരാ? വലിയൊരു കൂട്ടം കാണുന്നല്ലോ, അത് നിന്റെ ജ്യേഷ്ഠനായ ഏശാവും, ഏശാവിനോടുകൂടെ 400 പേരും. നല്ല രസമായിരിക്കും അല്ലേ? രണ്ടും കൂടെ കൂടിയാൽ എന്തുമായിരിക്കും അവിടെ? കൂട്ടയടിയായിരിക്കും. ഭയങ്കര, ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ഭയങ്കര യുദ്ധം നടക്കേണ്ടത്. എന്നാൽ യാക്കോബ് പേടിച്ചു. ഇന്ന് പകൽക്കാലം നീ ദൈവം പാകെ അനുഗ്രഹം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, ദൈവം പാകെ ആള് മാറിയവളെ പോലെ ആണെങ്കിൽ, നിന്റെ ചിന്തകളൊന്നും അല്ല ദൈവത്തിന്റെ കരുതലുകൾ. ആമേൻ. നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി അവസ്ഥകളെയും വ്യക്തികളെയും മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും. അവൻ അനുഗ്രഹം പ്രാപിച്ചാ മടങ്ങി വരുന്നത്. അവൻ ദൂരെ നിന്ന് ജ്യേഷ്ഠനെ കണ്ടു, ജ്യേഷ്ഠൻ ഇവനെ കണ്ടു. അവിടെ എഴുതിയിരിക്കുന്നത്, ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ഗലലഗായ, ചുംബന്തിയ, ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞു. കോപവും പിണക്കവും വൈരാഗ്യവും പമ്പ കടന്നു. പ്രൈസ് ദി ലോർഡ്.
യഥാർത്ഥ അനുഗ്രഹത്തിൻ്റെ മറ്റൊരു വശമായത് ശത്രുവിനെയും മിത്രമാക്കുന്ന ദൈവപ്രവൃത്തി. യാക്കോബ് ആളുമാറി, ഏശാവ് ആളുമാറി, കൊല്ലാനുള്ള ഭാവവും ഇല്ലാതാക്കാനുള്ള ചിന്താഗതി എല്ലാം മാറി. സഹോദരങ്ങളായി സന്തോഷത്തോടെ കൂട്ടായ്മയിലൂടെ ഉപവാസം നടക്കേണ്ടത്. സഭ ഒന്നായിട്ട് നിൽക്കട്ടെ, സഭ ഒന്നായിട്ട്. ആമേൻ. ഒരിടയനും ഒരു ആട്ടിൻകൂട്ടവും, ദൈവദാസന്മാരും ദൈവജനവും. ഇതിനകത്ത് ഭിന്നാഭിപ്രായം വരരുത്, ഇതിനകത്ത് ഇൻട്രോഡ് ഉണ്ടാകരുത്. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പറയണം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തീർക്കണം. പിന്നെ വീട്ടിൽ ചെന്ന് ഇൻട്രോഡ് ഉണ്ടാക്കരുത്, ഉൾവഴികൾ ഉണ്ടാക്കരുത്. പരിശുദ്ധാത്മാവ് എന്നോട്, ഞാൻ പ്രസംഗ വിഷയമൊന്നും അല്ല, ദൈവാത്മാവിൽ നിന്നുകൊണ്ട് പറയുകയാ, ഉൾവഴികൾ ഉണ്ടാക്കരുത്, ഇടവഴികൾ ഉണ്ടാക്കരുത്. ആമേൻ. ഏശാവും യാക്കോബോ വഴിമധ്യേ ഒന്നായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. അടുത്തത് 5-ാമത്തെ കാര്യം, ഐസയ റിസീവ്ഡ് ഫോർഗിവ്നെസ്. അടുത്ത വായിച്ചാട്ട്, അടുത്ത വാക്യം, 7-ാമത്തെ വാക്യം. അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ആറൂടെ വായിച്ചു. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. സ്വർഗത്തിൽ നിന്ന് ആ സ്വർഗീയ മഹത്വം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യാഗപീഠത്തിൽ നിന്നൊരു കൊടിൽ കൊണ്ട് ഒരു തീക്കട്ട എടുത്തുകൊണ്ട് വന്നു. തീക്കനൽ. ഇന്ന് പകൽക്കാലം ആമേ നമ്മുടെ തലകളെ, നമ്മുടെ അതരങ്ങളെ, പ്രസംഗിക്കുന്ന ബിജു പാസ്റ്ററിന്റെ തലയിലും ബിജു പാസ്റ്ററിന്റെ വായിക്കും അതരങ്ങളെയും തൊടട്ടെ. ദൈവദാസന്മാരെ, ഞങ്ങളെ ആദ്യം തൊടട്ടെ. തീക്കനൽ നമ്മുടെ ആധരങ്ങളെ തൊടട്ടെ. അത് സ്വർഗത്തിൽ നിന്ന് വരുന്ന തീക്കനലാണെങ്കിൽ അത് കരിക്കട്ടയാക്കുന്നതല്ല, ഇല്ലാതാക്കുന്നതല്ല, മണ്ണിൽ അവസാനിപ്പിക്കുന്നതല്ല, അത് ശുദ്ധീകരിക്കുന്നതാ. വലിയൊരു മിനിസ്ട്രിക്ക്, വലിയൊരു ഉയർച്ചയ്ക്ക്, വലിയൊരു നിയോഗത്തിനുള്ള ദൈവീക പദ്ധതിയാണ്. അനുദവിക്കാൻ തയ്യാറാണെങ്കിൽ ശുദ്ധീകരിപ്പാൻ ദൈവം തയ്യാറാണ്. തീക്കനൽ കൊണ്ടുവന്നു. തീക്കനൽ മനുഷ്യനിർമ്മിതമല്ല, ദൈവത്താൽ അയക്കപ്പെട്ടതാ. എന്റെ ബുദ്ധിയിൽ ഞാൻ ഒപ്പിച്ചതല്ല. ആമേൻ. ദൈവദാസന്മാരോ ദൈവജനമോ ഒപ്പിക്കുന്നതല്ല. സ്വർഗത്തിലെ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ നടക്കട്ടെ. ആ തീക്കനൽ കൊണ്ടുവന്ന് അടുത്ത ഒരു നീണ്ട കാലം പ്രസംഗിക്കേണ്ട, പ്രവചിക്കേണ്ട 5 അധ്യായങ്ങളിൽ യഹൂദയെ നോക്കി കുറ്റം പറഞ്ഞ പ്രവചിച്ച പ്രവാചകന്റെ ആദരത്തെ, നാവിനെ തൊട്ടു. ഇന്ന് പകൽക്കാലം നിന്നെ എവിടെ തൊടണമെന്ന് ദൈവത്തിനറിയാം. ഇന്ന് പകൽക്കാലം അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവവേദലേ, വചനം പറയുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, നിന്റെ ആദരം ശുദ്ധമായാൽ നിന്റെ ശരീരം മുഴുവനും ശുദ്ധമായി തീരും. നാവ് വലിയ കാട് കത്തിക്കുന്ന ഒരു തീയാണ്. യാക്കോബ് 3. പ്രൈസ് ദി ലോർഡ്. ഇനി മറ്റൊരു കാര്യം, ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ആദരത്തെ എന്തിനാ തൊട്ടെ, നാവിനെ എന്തിനാ തൊട്ടത്? നാവ് കൊണ്ടാ പ്രവചിച്ചത്, നാവ് കൊണ്ടാ പ്രസംഗിച്ചത്, നാവ് കൊണ്ടാ ഇസ്രായേൽ യഹൂദ ജനത്തെക്കുറിച്ച് അയ്യോ എന്നും പറഞ്ഞു. 1-ാം അധ്യായത്തിൽ അയ്യോ പാപഭാരം ചുമക്കുന്ന ജനമെന്ന് പറഞ്ഞു. 6-ാം അധ്യായം സ്വർഗീയ ദർശനം കണ്ടപ്പോൾ അയ്യോ ഞാൻ നശിച്ചു എന്നായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നു, താൻ പാപക്ഷമ പ്രാപിച്ചു, ശുദ്ധീകരണം പ്രാപിക്കുന്നു. ആ തീക്കനൽ കൊണ്ടുവന്ന് അവന്റെ നാവിനെ തൊടുവിച്ചു. ഒരു കാര്യം പറയാം, ഞാൻ നാവിനെ, ഇവിടെ എന്താ യെശയ്യാവിന്റെ നാവിനെ തൊട്ടെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് വേറൊരു ഭാഗത്ത്, ഞാൻ എഴുതിയിട്ടില്ല അത്, എന്നാലും ദൈവാത്മാവിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നതുകൊണ്ട് ഞാൻ പറയാം. 10 ദിവസമായിട്ട് കാത്തിരിക്കുക. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു. സഹിയോൻ മാളിക മുറിയിൽ അവരെല്ലാവരും കൂടെ കുത്തിയിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തും പ്രാർത്ഥിച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നല്ലേ. 50-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാളിക മുറിയിൽ, ആ മുറിയെല്ലാം അടച്ചിരിക്കുക, 120 പേര് കൂടിയിരിക്കുക. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് തീ പോലെ, അഗ്നിജാല പോലെ ഇറങ്ങി അല്ലേ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അടുത്തത്, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ അതിനു മുമ്പ് 2-ാം വാക്യം
അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അടുത്ത ആ 1-ാം നൂറ്റാണ്ടിൽ പ്രസംഗിക്കേണ്ട, പ്രവചിക്കേണ്ട, കർത്താവിന്റെ സാക്ഷിയായി തീരേണ്ട, യേശുവിനെ ഉയർത്തേണ്ട നാവുകളെ ദൈവം തൊട്ടു. പ്രൈസ് ദി ലോർഡ്. കാലും കൈയും തൊട്ടു എന്നൊന്നും എഴുതിയിട്ടില്ല. നാവിനെ അഗ്നിജ്വാലയ്ക്കൊത്ത നാവുകൾ, പിളർന്ന നാവുകൾ പ്രത്യക്ഷമായി അവരുടെ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു. ആ നാവ് ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ഞാൻ അവനെ അറിയത്തില്ലെന്ന് പ്രാഗിയ പത്രോസ് എഴുന്നേറ്റ് പ്രവചിക്കാൻ തുടങ്ങി, എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങി. നാവിനെ തൊട്ടപ്പോൾ അവർ അന്യഭാഷകളിൽ ആരാധിക്കാൻ തുടങ്ങി. കണ്ടോ, നാവിന് ശുദ്ധീകരണം ഉണ്ടായി. ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് അന്യഭാഷ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ആത്മാവിൽ വിവേചിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ ഇവിടെ അടുത്തൊരു സ്ഥലം പറയുന്നില്ല, ഒരു സ്ഥലത്ത് ഒരു ദൈവദാസൻ, ഞാനൊരു മീറ്റിങ്ങിൻ്റെ ഇടയ്ക്കാണ് ഉച്ചയ്ക്ക് ചെന്ന് കയറിയത്. അപ്പോൾ മീറ്റിംഗ് കഴിയുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ ദൈവദാസൻ, പ്രത്യേക സഭയിൽ ദൈവദാസൻ ഒരു കാര്യം പറഞ്ഞു. തമിഴ്നാടിനടുത്ത് ഇവിടുന്ന് 19 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ദൈവദാസൻ ഒരു വലിയ മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചു. അദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹം ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര തുള്ളലും പാട്ടും ബഹളവും ആരാധനയൊക്കെയാണ്. അപ്പോൾ ഈ ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്ററെ, ഈ മനുഷ്യനുണ്ടല്ലോ തമിഴ്നാടിൻ്റെ അടുത്തുള്ള ഒരു മുസ്ലിമിൻ്റെ അടുത്ത് ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ചെല്ലുമ്പോൾ അവിടെ പോയി ചെയ്തോ കാര്യം ഒരു പൊടി കിട്ടും. ഇന്നലെ ഞാൻ കേട്ട അവർ ലൈവായിട്ട് അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. പൊടി കൊണ്ടുവന്ന് ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവിടെ വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് അതിനകത്ത് ഇച്ചിരി ആരും അറിയാതെ ഇടും. അല്ലെങ്കിൽ ആ പൊടി എടുത്ത് ഇടുന്ന തപ്പി അതൊക്കെ നടക്കുമല്ലോ. തലേ തൊടുക, അല്ലെങ്കിൽ വെള്ളത്തിലിടുക, ഉടുപ്പിക്കുക. ഇതങ്ങോട്ട് തലേ തൊടുക, ഉടുപ്പിക്കുക ചെയ്യുന്ന ആ ആൾ അങ്ങോട്ട് തുള്ളാൻ തുടങ്ങും. അതങ്ങോട്ട് കാണുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം അങ്ങ് ആരാധനയാവും. അയ്യോ, പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്ന്. ദൂരാത്മാവ്, അന്യാരാധന. ദൈവാത്മാവിൽ വിവേചിക്കണം. ദൈവമക്കളെ, ഞങ്ങളെ ആദ്യം വിവേചിക്കണം. നിങ്ങൾ വിവേചിക്കണം. അതിനുള്ള കൃപ പ്രാപിക്കണം. അന്ത്യോക്യ സഭയെപ്പോലെ, യെരുശലേം സഭയെപ്പോലെ ദൈവകൃപ പ്രാപിക്കുന്നവരായി മാറട്ടെ. ബറോവയിലെ ജനത്തെ പോലെ ആയിത്തീരട്ടെ. ഹല്ലേലൂയ. എവിടുന്ന റൂട്ട്, ഒറിജിൻ എവിടുന്ന, എങ്ങനെ വന്നിരിക്കുന്നത്, ഏതാത്മാവിലാണെന്ന് പരിശുദ്ധാത്മാവിൽ ചാടി ചൂടി തുള്ളി എന്തെങ്കിലും പഠിച്ച് പ്രസംഗിച്ച് പറഞ്ഞിട്ട് ഇളക്കി മറിക്കുന്നതല്ല ആത്മനിയോഗത്തിന്റെ പ്രവൃത്തി. ശുദ്ധീകരണം ഉണ്ടാകണം. അധരങ്ങളെ തൊടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഇന്നലെ രാത്രി ഞാൻ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ദൈവാത്മാവിനെ വെളിപ്പെടുത്തി. അതുകൂടെ പറയാതെ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളെന്ന് പറഞ്ഞപ്പോൾ ദൈവാത്മാവ് ഇന്നലെ രാത്രി എനിക്ക് തന്ന മറ്റൊരു വചന വെളിപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ കൂളായിട്ട് വീട്ടിൽ ഇരിക്കുക, കൊട്ടാരത്തിൽ ഇരിക്കുമ്പം ബാക്കി നമുക്കറിയാമല്ലോ. രാജാവൊക്കെയാ. വേണ്ടാത്ത കാര്യം ചെയ്തു, 2 കാര്യം ചെയ്തു. വ്യഭിചാരവും ചെയ്തു, കൊലപാതകവും ചെയ്തു. അത് കഴിഞ്ഞിട്ടും കാര്യമായിട്ടിരിക്കുക. അവസാനം കുഞ്ഞ് വയ്യാതെ, ജനിച്ച് പാപത്തിൽ പിറന്ന കുഞ്ഞ് വയ്യാതിരുന്നപ്പം മരിക്കത്തക്ക രോഗം വന്നപ്പം കിടന്ന് ഉരുണ്ട് പ്രാർത്ഥിക്കുക, ഉപസിക്കുക, ആഹാരം വെടിഞ്ഞ് കുറേ നാളിങ്ങനെ ഡെറ്റിലും വെണ്ണയിലിരുന്ന് ഉപസിച്ച് കഴിയുമ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കൊച്ചങ്ങ് പാപത്തിൻ്റെ ശമ്പളം മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണം ആഹാരം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഈ ആൾക്കാർ വിചാരിച്ചു എന്തൊരു വട്ടത്തര കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം രാജാവ് തൻ്റെ മാളികയിലിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പ്രതീകാത്മകമായിട്ടൊരു കഥ അങ്ങ് അവതരിപ്പിച്ചു. ഒരു മനുഷ്യന്, ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആടുമാടുകളുണ്ടായിരുന്നു അല്ലേ. വേറൊരിടത്തൊരു കർഷകനുണ്ടായിരുന്നു, ഒരു സാധാരണക്കാരുണ്ടായിരുന്നു, ഒരു പെണ്ണാടെ ഉണ്ടായിരുന്നു. ഈ ധനികനായ മനുഷ്യൻ ആ പെണ്ണാടിനെ കണ്ടിട്ട് മോഹിച്ച് അറുത്ത് പാകം ചെയ്ത് കഴിച്ചു. രാജാവ് അങ്ങ് കലിതുള്ളി. എൻ്റെ രാജ്യത്ത് ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുണ്ടോ? അതാരടാ അവൻ ജീവിക്കാൻ പാടില്ല, അവൻ ആരാണ് ചോദിച്ചപ്പോൾ ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണമേ, യഥാർത്ഥ ദൈവാത്മാവുള്ള നാഥാൻ പ്രവാചകൻ അവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീയാണ്. ഇന്ന് ഈ വിധത്തിൽ 2025 ആ മനുഷ്യൻ നീയാണെന്ന് നാഥാനെ പോലെ
ദൈവാത്മാവിൽ മുഖം നോക്കാതെ പ്രവചിക്കുന്ന, പ്രസംഗിക്കുന്ന അഭിഷിക്തന്മാർ എഴുന്നേൽക്കാൻ സഭ പ്രാർത്ഥിക്കട്ടെ. രാജാവൊന്നും പേടിയില്ലെന്ന്, ഒരു പക്ഷേ കൊന്നുകളയാം. ആ മനുഷ്യൻ നീയാണ്. ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് പറഞ്ഞു. അതിന്റെ ഫലം എന്താ? നെടുമ്പാട് വീണു. അതിന്റെ ഫലം 51 സങ്കീർത്തനം. എവിടെ ദൈവത്തിന്റെ നാഥാന്മാർ? ഹല്ലേലൂയ. ഒത്തുവരുത്ത പരിപാടിയൊക്കെ നിർത്ത്. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ജനത്തിന്റെ മുമ്പാകെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിലെ അപാധകളെ ആത്മാവിൽ വിവേചിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട്, പിന്നെ ആരെങ്കിലും ഒരാളുടെ കുറ്റം ഞാൻ എൻ്റെ കുടുംബം പോലെ, എൻ്റെ സ്നേഹിതരെ പോലെ ഞാനങ്ങ് പറയുക, ക്ഷമിക്കണേ, മറിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് വല്ലതും പബ്ലിക്കായിട്ടൊക്കെ വല്ലതും വെളിപ്പെട്ട പബ്ലിക്കായിട്ട് പറയാതെ വിളിച്ച് മാറ്റി നിർത്തി. സഹോദര, ഇത് കോമൺ ആയിട്ട് പറയണ്ടേ? പബ്ലിക് പറയേണ്ട കാര്യം ഇങ്ങനെ ജനറലായിട്ട് പറയും. അതുകൊണ്ട് പ്രവചിച്ചില്ലെന്ന് പറയല്ലേ, അതുകൊണ്ട് ദൂത് പറഞ്ഞില്ലെന്ന് പറയരുത്. പേഴ്സണലായിട്ടൊന്നും മീറ്റിംഗ് കഴിഞ്ഞ് മാറ്റി നിർത്തി. അതൊന്ന് ക്രമീകരിക്കണേ. ആ വിഷയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. അത് പാസ്റ്ററും ആ സഹോദരനോ സഹോദരി അവർ മാത്രമേ അറിയത്തുള്ളൂ. സഭ അറിയൂ? ഇല്ല. വിടുതൽ പ്രാപിക്കും, ശുദ്ധീകരണം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനെ തേജോവധം ചെയ്യരുത്. ഹല്ലേലൂയ. പരസ്യമായി അവഹേളിക്കരുത്. എല്ലാവരും ഒരുപോലല്ല. ഞാൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഇവിടെ ആമേൻ. ഇവിടെ എന്താണ് പറയുന്നത്? തൻ്റെ പാപം ദൈവം ക്ഷമിച്ചു. ഐസയാ റിസീവ്ഡ് ഫോർഗിവ്നെസ്. അവന്റെ അകൃത്യം നീങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ? ഇതിന്റെ വായിക്കുന്നു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി. അകൃത്യം, കൃത്യമല്ലാത്ത സ്വഭാവങ്ങള്, അകൃത്യമായ കാര്യങ്ങള്, ഡിസോർഡർ എവിടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ക്രമീകരിച്ചോണം. അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവ് ദർശനം തരുന്നത്, വചനം തരുന്നത്, ദൈവദാസന്മാരെ അയക്കുന്നത് നമ്മെ ഇല്ലാതാക്കാനല്ല, മറിച്ച് നമ്മെ ശുദ്ധീകരിച്ചെടുക്കുവാനാ. നിന്റെ പാപത്തിന് പരിഹാരം. ഇന്ന് പകൽക്കാലം കർത്താവ് ചില വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുകയാണ്. യെശയ്യാവിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പരിഹാരം ദൈവത്തിൽ തന്നെയാണ് യെശയ്യാവിന് ലഭിക്കേണ്ടത്. അത് ദൈവം ഇടപെട്ടു. 1 മുതൽ 5 വരെയുള്ള 6 വരെയുള്ള യെശയ്യാവല്ല, 7 മുതലുള്ള പ്രവചിക്കുന്ന യെശയ്യാവ് 66 അധ്യായങ്ങളിൽ. അപ്പോൾ ശുദ്ധീകരണം പ്രാപിച്ചപ്പോൾ, എൻ്റെ മെയിൻ വിഷയം അടുത്ത പ്രസംഗിക്കത്തില്ല, 5 മിനിറ്റ് കൊണ്ട് നിർത്താം. ആമേൻ. യഥാർത്ഥമായ വിഷയം. ഞാൻ വടക്കേന്ത്യയിൽ നിന്ന് വന്നൊരു ദൈവദാസനല്ലേ, 30 വർഷമായി വടക്കേന്ത്യയിൽ കർത്താവിന് വേല ചെയ്യുന്ന ഒരു ദൈവദാസന. അതുകൊണ്ട് സഭാ ശുശ്രൂഷയും പാസ്റ്റർമാരെ പഠിപ്പിക്കുന്ന ദൈവവേല ചെയ്യുന്ന ഒരു ദൈവദാസന. ഹാലൽ. അതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, 8ാം വാക്യമായിരുന്നു എനിക്ക് പറയാനുള്ളത്. ഗോഡ് കമ്മീഷൻഡ് ഐസയ. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ശുദ്ധീകരണം പ്രാപിച്ച് ദൈവ തേജസ്സും കണ്ട് വായിക്കും ജീവിതത്തിലും ശുദ്ധീകരണം പ്രാപിച്ച് ഒരുത്തൻ ഇരുന്നപ്പോൾ he heard the voice from the Lord. അവനൊരു ശബ്ദം കേട്ടു. ദൈവ ശബ്ദം കേട്ടു. ദൈവത്തിന്റെ ദൂത് കേട്ടു. ദൈവത്തിന്റെ നിയോഗം കേട്ടു. ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞു. ദൈവം ചോദിക്കുക, അനന്തരം നാം ആരെ അയക്കേണ്ടു? കോടിക്കണക്കിന് ജനസമൂഹത്തെ നോക്കിക്കൊണ്ട്, ഇന്ന് ഈ PMG ചർച്ചിനെ നോക്കിക്കൊണ്ട്, ഇവിടെ ഇരിക്കുന്ന നമ്മെ എല്ലാവരും നോക്കിക്കൊണ്ട് ദൈവം ചോദിക്കുന്നു, യഥാർത്ഥമായി വചനം ഏറ്റെടുത്തെങ്കിൽ ഒരു ദൈവ വിളി വരികയാണ്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? 850 കോടി ജനങ്ങൾ ലോകത്തുണ്ട്. ദൈവത്താൽ അയക്കപ്പെടുന്നവൻ എവിടെ? ദൈവത്താൽ പറഞ്ഞയക്കുന്നവൻ എവിടെ? അവന്റെ കാര്യം, അവരുടെ കാര്യം തമ്പുരാൻ കരുതിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഉച്ചസ്ഥലം വിളിച്ചു പറയാൻ കഴിയും, യഹോവ ഈരേ. കാലു ചുവട് വെക്കുമ്പോൾ, നീ യോഗത്തിന് മുമ്പിൽ ചുവട് വെക്കുമ്പോൾ നീ ഒന്നും കാണത്തില്ല. കാറ്റും കാണത്തില്ല, മഴ കാണത്തില്ല, അനുകൂലമായതൊന്നും കാണത്തില്ല. അനന്തരം ഞാൻ എല്ലാരും ഇന്ന് തയ്യാറായ ഇരിപ്പിടങ്ങളാ ശ്രദ്ധിക്കുന്നത്. ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ചർച്ചുകൾ ഈസി അല്ലേ, മെനക്കെടണ്ടല്ലോ. ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവമാണ് പിടിച്ചെടുക്കുന്നത്. എങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ ദൈവദാസന്മാർക്കറിയാം, ഒരാളെ പാപത്തിന്റെ ചെളിയിൽ നിന്ന്, നരകത്തിൽ നിന്ന് സേവിങ് എ സോൾ, ഒരാത്മാവിനെ വിടുവിച്ചെടുക്കുന്നതിന്റെ ബത്തപ്പാട് സുവിശേഷ വേല ചെയ്യുന്ന, സുവിശേഷ നിമിത്തം ആത്മാക്കളെ ജനിപ്പിക്കുന്നവർക്കറിയാം. ആമേൻ.
അവർ രാത്രികളിൽ അവർക്ക് വേണ്ടി അയ്യം വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നു, ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി ദൈവം എന്തോ അന്ധനായോ? ദൈവത്തിന് ആൾക്കാരില്ലായിരുന്നു അന്ന് യഹൂദയിലും യെരൂശലേമിലും പാലസ്തീനിലും ഈജിപ്തിലും അമോന്യയിലും മോവാബിലും ലോകം മുഴുവൻ ആൾക്കാരില്ലായിരുന്നോ? ആരെയും ദൈവത്തിന് എടുക്കാമല്ലോ, കോരസിനെ എടുത്തതുപോലെ, നെബൂഖദ്നേസറിനെ ഉപയോഗിച്ചതുപോലെ, അശൂരിനെ ദൈവത്തിന്റെ വടിയായിട്ട്, കോപത്തിന്റെ വടിയായിട്ട് ഉപയോഗിച്ചതുപോലെ ആരെയും ദൈവത്തിന് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഒരു ശൂന്യതയാണ് ദൈവം കാണിക്കുന്നത്. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന മതി. കർത്താവ് ഇങ്ങനെ ചോദിക്കുക. അന്തരീക്ഷത്തിൽ ആ ശബ്ദം മുഴങ്ങി കേൾക്കുക. ഈ ഉപവാസത്തിന്റെ 12ാമത്തെ പകൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഈ ആലയത്തിന്റെ അകത്തളങ്ങളിൽ, നിന്റെ കാതുകളിൽ, ഹൃദയ പലകയിൽ, ബുദ്ധിമണ്ഡലത്തിൽ ഒരു ദൈവ ശബ്ദം കേൾക്കുകയാ. ഞാൻ ആരെ അയക്കേണ്ടു? ആർ ദൈവത്തിന് വേണ്ടി പോകും? പ്രസ്ഥാനത്തിന് വേണ്ടി പോകാൻ ആളുണ്ട്, പ്രസ്ഥാനം നോക്കിക്കോളൂ. അതുകൊണ്ടാ. ആമേൻ. സഭകൾക്ക് വേണ്ടി പോകാൻ ആളുണ്ട്, ദൈവത്തിന് വേണ്ടി പോകാൻ ആളില്ല. കരീത്തെങ്കിൽ കരീത്ത്, സാരാഭാത്തെങ്കിൽ സാരാഭാത്ത്, മരുഭൂമിയെങ്കിൽ മരുഭൂമി. ദൈവത്തിന് വേണ്ടി പോകാൻ ഇവിടെ കാട്ടിക്കൂടി ലക്ഷങ്ങൾ മുടക്കാൻ എല്ലാവർക്കും തയ്യാറാണ്. എന്നിലുള്ള സുവിശേഷൻ ഉണർന്നാൽ പിന്നെ മണിക്കൂറുകൾ പോകും. ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഓരോ വർഷം തോറും നടക്കുന്ന ലക്ഷങ്ങൾ, കോടികൾ മുടക്കി ഇവിടെ കിടന്ന്, ഇട്ടാവട്ടത്തിൽ കിടന്ന് സുവിശേഷമാണെന്നും പറഞ്ഞു കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇന്ത്യ നിലവിളിക്കുന്നു, UP നിലവിളിക്കുന്നു. ഇതിനേക്കാൾ 7 ഇരട്ടിയും 8 ഇരട്ടിയും പൊക്കവും വലിപ്പവും ജനസംഖ്യയുമുള്ള സംസ്ഥാനങ്ങൾ വിളിക്കുന്നു. ദൈവം ചോദിക്കുന്നു, ആർ നമുക്ക് വേണ്ടി പോകും? ദർശനം കണ്ടിരുന്ന, ദൈവ ശബ്ദം കേട്ട യെശയ്യാവിന് ഇനി ഒരു പ്രവാചകന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഇനി ഒരു ഭാര്യയോട് ആലോചിക്കേണ്ട ആവശ്യമില്ല, ഒരു മനുഷ്യനോട് ആലോചിക്കേണ്ട ആവശ്യമില്ല. ആ ദർശനത്തില് താൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, അടിയനിതാ. ഇതാണ് ഇന്നത്തെ എൻ്റെ മെസ്സേജിന്റെ ഏറ്റവും കോറായിട്ടുള്ള. ഞാനിതാ, ഹിയറാമൈ, ഞാനിവിടെ ഉണ്ട് കർത്താവേ, നീ അന്വേഷിക്കുന്ന ഞാനിവിടെയുണ്ട്. അടുത്തത് ആരെങ്കിലും അയക്കണേ. ഹലോ, ആരെങ്കിലും അയക്കണേ. ഞാൻ ഈ കല്യാണ ആലോചനകൾ വരുമ്പോഴും മറ്റ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ വരുമ്പോഴൊക്കെ ഞാൻ ഈ ആൾക്കാർ ദൈവദാസന്മാരെ ഒഴിവാക്കുന്ന, അവരുടെ മക്കളെ ഒഴിവാക്കുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അന്നേരം പ്രസ്റ്റീജ് വരും, അന്നേരം പ്രതാപം വരും, അന്നേരം സ്റ്റാറ്റസ് വരും, അന്നേരം പണം വരും. ദൈവം കൽപ്പിച്ചാക്കിയതിനെ, ദൈവം കൊണ്ടുവരുന്നതിനെ, ദൈവം നിയോഗിച്ചതിനെ 2 വശവും നോക്കാതെ ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. നിറം നോക്കും, ജാതി നോക്കും, മതം നോക്കും, പണം നോക്കും, പ്രതാപം നോക്കും, പ്രസംഗിക്കും. പക്ഷേ കോടികൾ വരുമാനമുണ്ടോ നോക്കും, എത്ര വീടുണ്ടെന്ന് നോക്കും, എത്ര ഭൂസ്വത്തുണ്ടെന്ന് നോക്കും. ഇതാണോ പെന്തക്കോസ്തലിസം? പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. എല്ലാ ബൈബിൾ അടച്ചു വെച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ച് താഴെ മുട്ടുമേലിരിക്കാൻ പറ്റുന്നവരിരുന്നാട്ടെ. ഹിയറാമായി, ഞാൻ നിന്റെ സന്നിധിയിലുണ്ടപ്പാ, ഞാൻ നിന്റെ പാദപീഠത്തിലുണ്ട്. ഐ ആം ഹിയർ ലോർഡ്. മനുഷ്യൻ്റെ ഇടയിലല്ല, പബ്ലിക്കിലല്ല, പട്ടണത്തിലല്ല, പുരുഷാരത്തിൻ്റെ ഇടയിലല്ല, നിന്റെ സന്നിധിയിലുണ്ട്. രാജാത്തേരെ മഹൾമേ, അപ്പാവിൻ്റെ കോവിലകത്ത്, പരിശുദ്ധാത്മാവിൻ്റെ കോവിലിനകത്ത് ഉറമലഹത്തുറാജകൾ കടക. സങ്കീർത്തനം 27:4-5 വാക്കിൽ ദാവീദ് പറയുന്ന ഒരു കാര്യം ഞാൻ അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും, എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. ഞാനിത് ഇവിടെയുണ്ട് കർത്താവേ, എന്നെ അയക്കണമേ. എത്ര പേർ പറയും സെൻഡ് മീ. പ്രായം ഒരു വിഷയമല്ല. വിശദീകരിക്കാൻ സമയം കാലേബ് പറഞ്ഞു, ഇപ്പൊ 80 വയസ്സുണ്ട്, എങ്കിലും ആ മല എനിക്കിതാ, വാഗ്ദത്തമുണ്ട്. 80 വയസ്സുകാരന് ചോദിക്കാൻ കഴിയുമെങ്കിൽ, 80 വയസ്സുകാരന് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ, 80ാമത്തെ വയസ്സിൽ മോശയെ ദൈവത്തിന്, രാജാവിൻ്റെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ വായായി അയക്കാൻ കഴിയുമെങ്കിൽ, ദൈവമേ അടിയനിതാ,
എന്നെ അയക്കണമേ. എത്ര പേർ സമർപ്പിക്കും? എല്ലാ അധരങ്ങളും തുറക്കട്ടെ. ആ സ്വർഗീയ ദർശനത്തിൻ്റെ ക്ലൈമാക്സ്, കൾമിനേഷൻ. അടിയനിതാ, 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 എന്നെ അയക്കണമേ, എന്നെ അയക്കണമേ. ലോർഡ് സെൻഡ് മീ. ഇരിക്കാനല്ല, അയക്കപ്പെടുവാൻ, അയക്കുവാൻ. വൺ ഹൂ സെൻഡ് ബൈ ഗോഡ്, അപ്പോസ്തലനായി, ദൈവപുരുഷനായി, ദൈവദാസിയായി, ദൈവ പൈതലായി, ദൈവത്താൽ അയക്കപ്പെടുന്ന നിയോഗം ഈ ആദ്യ സെഷനിൽ നടക്കുകയാണ്. ദൈവത്തിൻ്റെ കരം നിന്റെ കരത്തെ തൊടുകയാണ്. പാസ്റ്റർമാരുടെ അല്ല, ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ ശബ്ദം നിന്റെ കാതുകളിൽ കേൾക്കട്ടെ. ദൈവ നിയോഗം. ഇന്ന് പകൽക്കാലം ദൈവം ചിലരെ കമ്മീഷൻ ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം ചിലരെ നിയോഗിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം ചിലരെ പറഞ്ഞയക്കാൻ പോവുകയാണ്. അടിയനിതാ, അടിയനെ അയക്കണമേ. ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സമർപ്പിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി സമർപ്പിക്കപ്പെട്ട എല്ലാവരുടെ മേലും, ദൈവസഭയുടെ മേലും, വചനം പ്രസംഗിച്ച ദൈവദാസന്റെ മേലും, കേൾക്കപ്പെട്ട ദൈവമക്കളുടെ മേലും ഉണ്ടാകട്ടെ. സർവ്വമഹത്വവും കർത്താവിന്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.